الصلاة والسلام عليك يا سيدي يا رسول الله. الصلاة والسلام عليك يا سيدي يا نبي الله. الصلاة والسلام عليك يا سيدي يا خير خلق الله. خذ بيدي قلت حيلتي وادركني مرادي يا حبيب الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. وما توفيقي إلا بالله عليه توكلت وإليه أنيب. وبهمزة القرار عم المصطفى أسد الله وسيد الشهداء. وبهمزة القرار عم المصطفى أسد الله وسيد الشهداء. وبهمزة القرار عم المصطفى أسد الإله وسيد الشهداء رضي الله عنه. وأصبت الوجد خاطئ عبرة وظنا مثل البهار على خديك والألم. مولاي صل وسلم دائما أبدا ينظر سماء مدينة مدينة കണ്ടു കൊതിർന്നതാരാമദീന കണ്ടു കൊതിർന്നതാരാമദീന കൊണ്ടുപോയ ജീവൻ മദീന. ദൂരെ 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 മദീന ദൂരെ 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 മദീന. വന്നിടാൻ യോഗ്യനാണോ മദീന. യാ റസൂലല്ലാഹി മിൻ ഇന്ദില്ലാഹി സ്വലാത്തുല്ലാഹി വഅഹാ തഹിയത്തുഹു സലാമുല്ലാഹി ജലാല ഖദ്രിക ശികൻ തഫഖീമ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലൈഹി. ഏറ്റവും സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ ഈ മഹത്തായ ഇടത്തറ മുസ്ലിം ജമാഅത്തിന്റെ വളരെ കാലങ്ങളായി ആത്മീയമായ ഈമാനികമായ പ്രവർത്തനത്തിന് സേവനം കൊണ്ട് അലങ്കരിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയങ്കരനായ ഹസൻ ഫലാഹി ഉസ്താദ് അവറുകൾ ഈ മഹത്തായ മസ്ജിദിന്റെയും പരിപാലന സമിതിയുടെയും എല്ലാം ജനറൽ സെക്രട്ടറി പ്രിയങ്കരനായ അബ്ദുൽ കലാം സാഹിബ്, ബഹുമാനായ പ്രസിഡന്റ് ജനാബ് ഷബീർ സാഹിബ്, സംഘാടക സമിതിയിലെ കർമ്മധീരരായ മറ്റ് പ്രിയപ്പെട്ട സഹോദരങ്ങൾ, സഹപ്രവർത്തകർ,
അബ്ദുൽ ഷമീർ, അതുപോലെ ഫാറൂഖ് നവാസ്, നൌഷാദ് ഇസ്മായിൽ, അങ്ങനെ തുടങ്ങി ഒരുപാട് കർമ്മധീരരായ പ്രിയപ്പെട്ട പ്രവർത്തകർ, ഈ സ്റ്റേജിലും സദസ്സിലുമുള്ള മുനീർ മൗലവി, മുസാഫിർ മൗലവിയൊക്കെ ഉൾപ്പെടെയുള്ള ഉലമാക്കൾ, ഖാദിമീങ്ങൾ, മറ്റേ ഈ മഹലിന്റെയും ഇവിടുത്തെ മദ്രസയുടെയും എല്ലാം സേവകരായി പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ, പേരൊക്കെ പലരുടെയും വിട്ടുപോയിട്ടുണ്ടാവും. എല്ലാവരും സദയം ക്ഷമിക്കണമെന്നുകൂടി ഓർമ്മപ്പെടുത്തും. വളരെ നേരത്തെ തന്നെ ഈ സദസ്സിലെത്തിച്ചേർന്ന ഉമ്മബെങ്ങന്മാരെ, സഹോദരി സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ റജബ് മാസത്തിൽ അല്ലാഹുവിന്റെ മഹത്തായ ദീനീ സ്മരണകളെ നെഞ്ചിൽ ചേർത്തുവെച്ചുകൊണ്ട് അല്ലാഹുവിന്റെ മാസമായ റമദാനിൽ ഇങ്ങനെ ഒരുമിക്കാനുള്ള തൗഫീഖ് തന്നതുപോലെ നാളെ ജന്നാത്തുൽ നഈമിലും ഇതുപോലെ സുറൂറോടെ സംഗമിക്കാനുള്ള മഹാഭാഗ്യം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്കെല്ലാം അല്ലാഹു പുറത്തു കൊടുക്കട്ടെ, മഗ്ഫിറത്തും റഹ്മത്തും കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ചെയ്തുപോയ തെറ്റുകുറ്റങ്ങളെല്ലാം സൃഷ്ടാവായ റബ്ബ് നമുക്ക് പുറത്തു മാപ്പാക്കി തരട്ടെ. ഈമാനോടെ ജീവിച്ചു മരിക്കാനുള്ള മഹാഭാഗ്യം അല്ലാഹു നമുക്ക് സമ്മാനിക്കട്ടെ. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഹക്കീം സാഹിബിന്റെ വീട്ടിൽ ഭക്ഷണം കഴിച്ചിറങ്ങുമ്പോൾ അവിടെ 3-4 ആളുകൾ നിന്നിരുന്നു. അവർക്കെല്ലാം 7 വർഷം മുമ്പ്, 13 വർഷം മുമ്പൊക്കെ വന്ന ഈ പരിസര പ്രദേശങ്ങളും വാദിന്റെ സ്ഥലങ്ങളും ഒക്കെ ഓർമ്മിച്ച് പരിചയമുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ നമ്മൾ പിന്നെ പരിചയമില്ലേ മാഷാ അല്ലാഹ് എന്ന് പറയുള്ളൂ. കാരണം എന്താണ്, പരിചയമില്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർ ഭക്ഷണം വിളമ്പി തന്നവരാകാം. അങ്ങനെ ഒരു ചെറിയ കളവ് എല്ലാ ദിവസവും പറയേണ്ടി വരുന്ന ഒരാളാണ്. അള്ളാഹിനോട് ദുആ ചെയ്യാൻ മാർഗമില്ല, കാരണം അവർക്ക് വലിയ സങ്കടം ഉണ്ടാവും. പക്ഷെ എന്നാൽ പോലും അത്രയും വർഷത്തിന് മുമ്പ് ഒരാളിങ്ങനെ സംസാരിക്കുമ്പോൾ അതൊരു ഹൃദയബന്ധമാണ്, ആ സ്നേഹമാണ്. എനിക്ക് വലിയ സന്തോഷം തോന്നി. ഇന്നിവിടെ നിൽക്കുന്നതിനേക്കാൾ സന്തോഷം ആ സഹോദരൻ അങ്ങനെ പറഞ്ഞതാണ്. അങ്ങനെയുള്ള ആളുകളിൽ നിന്നാണ് നമ്മൾ മരിക്കുമ്പോൾ ദുആ കിട്ടുക. ഓ, പാവപ്പെട്ടവനായിരുന്നല്ലോ, നമ്മുടെ നാട്ടിലൊക്കെ വന്ന ആളാണല്ലോ എന്ന് പറഞ്ഞിട്ടൊരു ദുആ കിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് അത്തരം സ്നേഹബന്ധങ്ങൾ എന്നും വിലകൽപ്പിക്കുന്ന ഒരാളാണ്. ഇനി കുറെ വർഷങ്ങൾക്ക് ശേഷം ആരാണുള്ളത്, ഫലാഹിയാണോ, ഞാനാണോ, നിങ്ങളാണോ, നിങ്ങളിൽ ആരാണ്, ഒന്നും നമുക്ക് പറയാൻ കഴിയില്ല. എടാ, വാത് തുടങ്ങുന്നതിന് മുമ്പ് മൂത്രമൊഴിപ്പ് തുടങ്ങിയ തൽക്കാലം പൂട്ടി വെച്ചാൽ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാം കേട്ടാ. സമയം തരുന്നുണ്ട് ഇടയ്ക്ക്. ഉസ്താദ് വരട്ടേണ്ടങ്ങളെ അള്ളാ പടച്ചവനെ. ഉസ്താദ് പറഞ്ഞപ്പോ അവിടെ ഇരിക്കാൻ പറഞ്ഞപ്പോ തന്നെ മൂത്രകത്തേക്ക് കയറി പോയി. ആത്മാവിന്റെ ഭക്ഷണം എന്നതാണ് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനോട് ഒരിക്കൽ ചോദിക്കുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ അലാ ഉനബ്ബിഉക്കും ബിഖൈരി അഅമാലിക്കും, നിങ്ങളുടെ അമലുകളിൽ ഏറ്റവും ഉത്തമമായ ഒരു അമലിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. വഅദ്, സ്വദഖ, നിസ്കാരം, സകാത്ത്, ഹജ്ജ്, ഖുർആൻ ഓതല്, സിക്ർ, അങ്ങനെ തുടങ്ങി ഒരുപാട് അമലുകളുണ്ടല്ലോ. ഇതിൽ ഏറ്റവും ഉത്തമമായ ഒരു അമൽ ഏത് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ എന്നതാണ് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചോദ്യം. അതിന്റെ കൂടെ സഹാബത്തെ നിങ്ങൾക്കറിയുമോ എന്നുകൂടിയാണ് ചോദ്യം. നിങ്ങൾക്കതിനെ കുറിച്ച് അറിയുമോ എന്നുകൂടിയാണ്. ഇനി മതി, ഇനിയൊന്നും ചെയ്യരുത്, സെറ്റാണ്, ഇനിയൊന്നും ചെയ്യുക. ഇനി എന്തെങ്കിലും ചെയ്യാറുന്ന അടിപൊളിയാണ്. ഇനി ഞങ്ങൾ പുതിയ കണക്ക് അങ്ങനെ മിണ്ടാതെ ഇങ്ങനെ നാണിച്ചങ്ങനെ ഇരുന്നു. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. ഇവിടെയൊക്കെ ഒരുപാട് നല്ല നല്ല സൗണ്ടും സെറ്റ് വർക്കൊക്കെ ചെയ്യുന്നവരാണ്. പക്ഷേ ഈ ഷീറ്റ് ഇതൊക്കെ ആകുമ്പോൾ അതിനകത്ത് അത്രയും കഴിവുള്ളവർക്ക് മാത്രമേ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റൂ. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. അള്ളാഹുവിന്റെ മുമ്പിൽ, നിങ്ങളുടെ രാജാവിന്റെ മുമ്പിൽ ഏറ്റവും പരിശുദ്ധമായതും നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായതുമായ ഒരു അമൽ ഏതാണ് എന്ന് നിങ്ങൾക്കറിയുമോ, അല്ലെങ്കിൽ ഏതാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ എന്നാണ്. നമ്മുടെ എല്ലാ അമലിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാം. നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരട്ടെ. നമ്മുടെ ഇബാദത്ത്, നമ്മുടെ സൽക്കർമ്മം, നമ്മുടെ സുജൂദ്,
നമ്മുടെ നമസ്കാരം, എല്ലാ പ്രവർത്തനങ്ങളും നമ്മുടെ ഹൃദയത്തിലേക്ക് വരട്ടെ. അങ്ങനെ വരുമ്പോ ഏതിനായിരിക്കും അള്ളാഹുവിന്റെ അടുത്ത് അത്രയും പവിത്രതയുള്ള, അത്രയും സ്ഥാനമുള്ള ഒരു അമൽ എന്ന് നാം ഗൗരവത്തിൽ മനസ്സിലാക്കണം. ഇനി കസേര ഉണ്ടെങ്കിൽ ഫലാഹി എന്തെങ്കിലും മാർഗമുണ്ടോ? കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ ഇൻഷാ അല്ലാഹ് അവിടെ നിൽക്കുന്നവർ വിഷമിക്കണ്ട, നിങ്ങളെ സംഘാടകർ പരിഗണിച്ചില്ല എന്നൊന്നും തോന്നരുത്. കുറച്ചൊരു സ്ഥലപരിമിതി നമുക്ക് കുറച്ച് കുറവുണ്ട്. പിന്നെ പള്ളിയുടെ മുമ്പിലൊക്കെ ആവുമ്പോൾ വാതിനൊക്കെ നല്ലൊരു അസറാണ്. പള്ളിയുടെ മുമ്പില് ഖബർസ്ഥാനില്ലേ, തൊട്ടടുത്ത് ഖബർസ്ഥാനാണ്, മദ്രസയുടെ തിരുമുറ്റത്താണ്, ചുറ്റും കവറുകളാണ്. അപ്പോ വേറൊരു പറമ്പ് വൃത്തിയാക്കി അവിടെ നടത്തുന്നതിനേക്കാൾ എന്തുകൊണ്ടും അസർ ഇവിടെ തന്നെയാണ്. പള്ളികൾക്ക് സന്തോഷാവും. പണ്ടൊക്കെ റജബ് മാസമൊക്കെ ആവുമ്പോൾ തന്നെ വീടും പള്ളിയും ഒക്കെ വൃത്തിയാക്കി റമദാനെ സ്വീകരിക്കുമായിരുന്നു. ഇപ്പൊ അതൊക്കെ ഓണത്തിനും ക്രിസ്മസിനും ആക്കി വീട് വൃത്തിയാക്കലൊക്കെ നമ്മുടെ ദാത്തമാര്. എന്നിട്ട് പറയും മത സൗഹാർദ്ദം എന്ന് പറയും ചെയ്യും. അപ്പൊ അതിലൊക്കെ വലിയ മാറ്റം വരുത്താൻ തീർച്ചയായിട്ടും ഈ പള്ളിയുടെ തിരുമുറ്റത്തുള്ള വാത് നല്ല ഗുണം ചെയ്യും. വേണമെങ്കിൽ നമുക്ക് കുറച്ചൊരു പായം എന്തെങ്കിലും സംഘടിപ്പിച്ചാൽ ഈ മക്കളെ മുഴുവൻ നമുക്ക് അവിടെ ഇരുത്താം. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ആരെങ്കിലും ഇരിക്കാനുണ്ടെങ്കിൽ അവരെ ഇരുത്തുകയും ചെയ്യാം. അങ്ങനെ അവരെ ഇരുത്തിക്കൂടാ, അവർക്ക് ഇപ്പൊ തന്നെ അവരെ മീശൊക്കെ തടയി തുടങ്ങി. ഞാൻ മാറിയിരിക്കുമല്ലോ, എനിക്ക് മീശൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ നല്ല മക്കളാണ്, അള്ളാഹു വലിയ ബറക്കത്ത് കൊടുക്കട്ടെ. അപ്പോ ഇനി സൗകര്യം നിങ്ങൾക്ക് കസേര കൊണ്ടുവരുമ്പോ ഈ ഭാഗത്തൊക്കെ ധാരാളം സ്ഥലമുണ്ട്, അവിടെ ഇടാം. വേറെ കുറച്ചിന് ഫ്രണ്ടിലോട്ട് നീങ്ങാനൊന്നും സ്ഥലമില്ല. തീരെ ഫ്രണ്ടിലായി പോയാൽ, ഈ ബോക്സിന്റെ തീരെ ഫ്രണ്ടിലായാല് പിന്നെ വീട്ടിൽ ചെന്നിട്ട് ഭർത്താവ് ഇക്കാക്കാന്ന് വിളിച്ചാലൊന്നും നിങ്ങൾ കേൾക്കൂല. അപ്പൊ ആ ഒരു ഭാര്യ വിളിക്കുമ്പോ കേൾക്കൂല, ആ രീതിയിൽ ചെവിയൊക്കെ അടച്ചു പോകും. അപ്പൊ അതുകൊണ്ട് പരിമിതമാണ്, ഉള്ളതുകൊണ്ട് പൊരുത്തപ്പെട്ട് ഇൻഷാ അല്ലാഹ് സന്തോഷത്തോടെ ഇരിക്കാം. ഒരുപാട് വൈകിക്കാതെ ഇൻഷാ അല്ലാഹ് വേഗം നിർത്താൻ പറഞ്ഞിട്ട് കേട്ടോ. അപ്പോ നിങ്ങളുടെ അമലുകളിൽ ഏറ്റവും ഉത്തമമായതും അള്ളാഹുവിന്റെ അടുത്ത് ഏറ്റവും പരിശുദ്ധമായതുമായ ഒരു അമൽ നിങ്ങൾക്കറിയുമോ, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ എന്നതാണ് ചോദ്യം. ആ സമയത്ത് സഹാബത്ത് പറയുകയാണ് പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട്, അത് ഏതാണെന്നൊന്ന് പറയൂ ഹബീബേ. അവരത് പറയാൻ കാത്തിരിക്കുകയാണ്. കാരണം ജീവിതത്തിൽ പിന്നെ അവർ ആ ഒരു അമൽ ചെയ്യാത്ത ദിവസം ഉണ്ടാവൂല. നമ്മളാണെങ്കിലോ ഏതാണെന്ന് നോക്കട്ടെ, പറ്റുമെങ്കിൽ ഇൻഷാ അല്ലാഹ് ചെയ്യാം, അതാണ് നമ്മൾ. സഹാബത്ത് അങ്ങനെയല്ല. ഏറ്റവും ഉത്തമമായതും പരിശുദ്ധമായതും പരിഗണിക്കേണ്ടതുമായ അമൽ ഏതാണ് എന്ന് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുവോ അതിനെ അങ്ങനെ തന്നെ പരിഗണിക്കും അവർ. ജീവിതത്തിൽ അതുണ്ടാവും. പക്ഷേ സഹാബത്ത് അങ്ങനെയാണ്, നമ്മൾ അങ്ങനല്ല. നമ്മൾ അതിനെ ഒന്ന് ആറ്റിക്കുറുക്കി കണക്കുകൂട്ടി നോക്കും. നമ്മുടെ നിത്യജീവിതവുമായതിനെ യോജിപ്പിച്ചു കൊണ്ടുപോകാൻ കഴിയുമെങ്കിൽ മാത്രം നമ്മൾ അതുമായി ബന്ധപ്പെട്ട് സജീവമാകും. ഇല്ലെങ്കിൽ എല്ലാം ഒഴിവാക്കുന്ന പോലെ, റമദാനിന്റെ നോമ്പ് പോലും ശരീര സൗന്ദര്യത്തിന് വേണ്ടി ഒഴിവാക്കുന്ന പത്തനാപുരത്തെ ഇടപ്പറയിലെ സുന്ദരി പെൺകുട്ടികളെ പോലെ നാമും ഈ പുണ്യകർമ്മത്തെ ഒഴിവാക്കുമെന്നതിൽ ഒരു സംശയവുമില്ല. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനോട് പറയുകയാണ്, ദിക്റുല്ലാഹി ദായിമാ, നിത്യമായും ദിക്റുകൾ ചൊല്ലുന്നതാണ് അല്ലാഹുവിന്റെ അടുത്ത് ഏറ്റവും പരിശുദ്ധമായ അമൽ. നിത്യമായ ദിക്റുകൾ മുത്തു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിന് പറഞ്ഞതാണ്. ഒരു ദിവസം നിങ്ങൾ 3-4 നേരം നിങ്ങളുടെ ശരീരത്തിൽ ഭക്ഷണം കൊടുക്കുന്നത് പോലെ ആത്മാവിന് ലോകത്ത് ഒരേ ഒരു ഭക്ഷണമേ ഉള്ളൂ. പവിത്രമായ അമലാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് ദിക്ർ ചൊല്ലുക എന്നത്. ബോധമുള്ളവർ ദിക്റിൽ നിന്ന് മാറുകയില്ല. എപ്പോഴും ബോധമുള്ളവർ. ഈ ലോകം പടച്ചതാരാണ്? ഈ ലോകത്തിനെ നിയന്ത്രിക്കുന്നതാരാണ്? ഞങ്ങൾക്ക് ഭക്ഷണം തന്നതാരാണ്? നമ്മുടെ ശരീരത്തിന്റെ അത്ഭുതങ്ങൾ അങ്ങനെ തന്നെ കലവറകളായി പടച്ചു തന്നതാരാണ്? അതിനെക്കുറിച്ച് ബോധമുള്ളവർ സുബ്ഹാനല്ലാഹ് ആ ദിക്റിൽ നിന്നൊരു സെക്കൻഡ് പോലും ഒഴിവാകൂല. അതുകൊണ്ടല്ലേ പാതിരാത്രി സുജൂദിൽ കിടക്കുന്ന ഹബീബിനെ കണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട്, നബിയേ കാല് നീര് വന്നു പോയല്ലോ എന്ന് ചോദിക്കേണ്ടി വരുന്നത് വരെ സുജൂദ് ചെയ്ത്. അതുകൊണ്ടാണ് ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹ നോക്കുമ്പോൾ അടുത്ത് കിടന്ന മുത്തൊളി ദീപത്തെ കാണാനില്ല. ആയിഷ റളിയല്ലാഹു അൻഹ പുറത്തിറങ്ങുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പാതിരാത്രി നക്ഷത്രങ്ങൾ തിളങ്ങി നിൽക്കുന്ന വാനലോകത്തേക്ക്, ആകാശത്തേക്ക് നോക്കിയിട്ട് പറയുകയാണ്, ആയിഷ റളിയല്ലാഹു അൻഹയോട്, ഇന്ന ഫീ
ഖൽഖി السماوات والأرض واختلاف الليل والنهار لآيات لأولي الألباب. ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയുകയാണ്, ആകാശഭൂമികളെ പടച്ചത് വെറുതെയല്ല, രാപ്പകലുകൾ മാറി വരുന്നത് വെറുതെയല്ല. ആലോചിക്കുന്നവർക്ക്, ബുദ്ധിയുള്ളവർക്ക്, ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ടെന്ന് മാണിക്യമുത്തു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയാണ്, ആ മുത്തുനബി അതുകൊണ്ടാണ് ഇന്നി അസ്തഗ്ഫിറുല്ലാഹ ഫിൽ യൗമി 100 മറ, ഒരു ദിവസം 100 പ്രാവശ്യം ഞാൻ അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്ന് പറഞ്ഞിരുന്നാൽ മുഹദ്ദിസുകൾ പറയുന്നു അതിന്റെ പൂർണ്ണ രൂപം സുബ്ഹാനല്ലാഹി ബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദി അസ്തഗ്ഫിറുല്ലാഹ് എന്ന് എല്ലാ ദിവസവും 100 പ്രാവശ്യം ചൊല്ലി തീർത്തിരുന്നു എന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നിത്യമായ ദിക്റിന്റെ ഒരു മനോഹരമായ നനവ് നിന്റെ നാവിലുണ്ടായിരിക്കട്ടെ. അതുകൊണ്ട് രക്ഷപ്പെടാൻ പറ്റും, ഉറപ്പായി രക്ഷപ്പെടും. നമ്മൾ അതിൽ നിന്ന് മാറി. ഇന്ന് കുറെ ഉപ്പുപ്പമാര്, പണ്ട് അങ്ങനെ കുറെ ഉപ്പുപ്പമാരെങ്കിലും വീടിന്റെ ഫ്രണ്ടിലും പള്ളിയുടെ മുറ്റത്തും തസ്ബീഹ് ആട്ടിയിരിക്കുമായിരുന്നു. ഇന്നതും കാണാനില്ല, ഇന്നതും കാണാനില്ല. ഇന്നതൊക്കെ മാറി, ആ രൂപവും ഭാവവും ഒക്കെ മാറി. ഇന്ന് ഉപ്പാപ്പമാർക്ക് ആടാൻ മക്കൾ സാമ്പത്തികത്തിന്റെ നെടുമുടിയിൽ ഊഞ്ഞാല് വാങ്ങിയിട്ട് കൊടുത്തു. ദിക്റ് മറന്നു ഉപ്പാപ്പായി ഉമ്മാമായി ഊഞ്ഞാലിൽ ആടാൻ തുടങ്ങി. മറ്റത് സിറ്റൗട്ടിരുന്ന് കൊതുകൊടിയൊക്കെ കൊണ്ട് സുബ്ഹാനല്ലാഹി ബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം എന്നൊക്കെ പറഞ്ഞു ചുമച്ച് വബിഹംദി അസ്തഗ്ഫിറുല്ലാഹ് എന്നൊക്കെ പറഞ്ഞ് 100 ചൊല്ലി തീർക്കുമ്പോ ഉമ്മാമ അവിടെ നിന്ന് യാസീൻ ഓതുന്നുണ്ട്, ഖുർആൻ ഓതുന്നുണ്ട്, സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി ചൊല്ലുന്നുണ്ട്. അങ്ങനെ ഒരു വല്ലാത്ത ദിക്റിന്റെ ഒരു മനോഹാരിത നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകുമായിരുന്നു. ഇന്ന് ദിക്റുകളെല്ലാം നമ്മുടെ വീടിന്റെ ചുവരിൽ, ബെഡ്റൂമിന്റെ മുകളിൽ, മതിലിന്റെ മുകളിൽ, പലിശക്കാരന്റെ വീട്ടിലും കയറി ചെല്ലുമ്പോ ഫ്രണ്ടിൽ അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം എഴുതി വെച്ചിരിക്കുകയാണ്. അവന്റെ ധാരണ എന്താ? ഇതുണ്ടെങ്കിൽ അവന് നേരെ ഡയറക്റ്റ് സ്വർഗത്തിൽ പോകും. അത് വെക്കുന്നത് മോശമെന്നല്ല പറയാം. ഞാനും ചില വീട്ടിലൊക്കെ പോകുമ്പോൾ ഇതൊക്കെ വാങ്ങി കൊടുക്കലുണ്ട്, ജോലി വെച്ചോട്ടെ, സന്തോഷമാണ്. വേറെന്തെങ്കിലും വെക്കുന്നതിനേക്കാൾ എത്രയോ നല്ലത്. പക്ഷേ ദിക്റുകൾ അവിടെ മാത്രമായി അതപ്പതിച്ചു. നാവിലില്ല, നാവിൽ നിന്ന് ഖൽബിലില്ല. മദിരിന്റെ മുകളിൽ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം ഖൽബിന്റെ ഉള്ളിൽ തീരെ ഇല്ലാതെ പോയി. നാവ് കൊണ്ട് 100 പോയിട്ട് 10 പ്രാവശ്യം പോലും പറയാത്ത അവസ്ഥയിലേക്ക് എത്തി. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. ദിക്റുണ്ടാവണം എപ്പോഴും, അതിന്റെ നനവ് നമ്മുടെ നാവിൽ എപ്പോഴും ഉണ്ടാവണം. എന്നാൽ മരിക്കുന്ന സമയത്ത് ആ ഭയാനകരമായ നിമിഷത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ ഒട്ടും പ്രയാസം നമുക്കുണ്ടാവില്ല. എത്ര ഭീകര രൂപം കണ്ടോട്ടെ, എന്തൊക്കെ ദുനിയാവിൽ നമുക്ക് നഷ്ടപ്പെടുന്നു. ആ ഓർമ്മകളൊക്കെ മരിക്കുമ്പോൾ വരുമല്ലോ. മലക്കുകളെ മുഴുവനും മരിക്കുന്നവർ കാണും, അടുത്തിരിക്കുന്നവരാണ് കാണാത്തത്. പക്ഷേ ഈ മരിക്കുന്ന ആള് അസ്റായിൽ ഉൾപ്പെടെ എല്ലാ മലക്കുകളെയും കാണും. ആ സമയത്ത് പതറിപ്പോവും. ഒരു SI കൈ കാണിച്ചു തരുത്തി പെട്ടെന്ന് നിന്റെ പേരെന്താന്ന് ചോദിച്ചാൽ മുനീർ ഉസ്താദ് പെട്ടെന്ന് സുനീർ എന്ന് പറഞ്ഞു, അറിയാതെ പേടിച്ചിട്ട്. പെട്ടെന്ന് പിന്നെ ഒന്നുകൂടെ നോക്കുമ്പോഴാണ് സോറി സാറേ മുനീറെന്നായിരുന്നു എന്ന് പറഞ്ഞു പോകുന്നത്. എന്തുകൊണ്ടാണെന്നറിയോ? ആദ്യത്തെ ഒരു വെപ്രാളത്തിൽ പേര് മാറിപ്പോവും. അങ്ങനെയാണെങ്കിൽ ഈ വെപ്രാളം മുഴുവനും ഒരു മനുഷ്യന് കിട്ടുന്ന സക്രാത്തിന്റെ ഹാലിൽ നമ്മൾ ചൊല്ലിപ്പടിച്ചതൊക്കെ മറക്കുന്ന സമയമാണ്. അല്ലാഹുവേ, അവിടെ നമുക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് മറന്നു പോകുന്ന ഒരു ഹതഭാഗ്യന്റെ അടയാളം നീ തരല്ലേ അല്ലാ, നീ തരല്ലേ അല്ലാ. മഹാനായ മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു തന്റെ ഒരു യാത്രക്കിടയിൽ ഒരു ചെറിയ തെറ്റക്കൂരയ്ക്കകത്തൊരു മനുഷ്യൻ കിടക്കുന്ന കണ്ടിട്ട് അങ്ങോട്ട് ചെല്ലുകയാണ്. ആ പരിസരത്തൊന്നും ഒരു വീടില്ല. അതിന്റെ അകത്ത് കിടക്കുന്നത് ആരാണെന്നറിയാൻ ഈ പ്രിയപ്പെട്ട മനുഷ്യനാ അടുത്തേക്ക് ചെല്ലുമ്പോ സുബ്ഹാനല്ലാഹ്, യജമാനനായ റബ്ബിന്റെ കഠിനമായ പരീക്ഷണത്തിന്റെ തീച്ചൂളയിൽ വെന്തുരുകി കിടക്കുന്ന ഒരു മനുഷ്യനാണ്. കൈകാലുകൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ആ മനുഷ്യന്റെ കാഴ്ചകൾ തന്നെ നഷ്ടമായി പോയിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്രയോ പരീക്ഷണങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ജീവിതത്തിന്റെ നൊമ്പരങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഏറിപ്പോകുമ്പോ ആ മനുഷ്യന്റെ കിടക്ക കാണുന്ന മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അരികിലേക്ക് ചെല്ലുകയാണ്. ഒരു മനുഷ്യന് ഇത്രമേലൊരു പരീക്ഷണം അല്ലാഹു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതാ മനുഷ്യന് വല്ലാത്ത സങ്കടം തന്നെയായിരിക്കുമെന്ന് കരുതുമ്പോ ആ ചുണ്ടുകൾ പതുക്കെ ഇങ്ങനെ അനങ്ങുന്നുണ്ട്. ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു ആ മനുഷ്യന്റെ ചുണ്ടോട് തന്നെ കാതുകൾ കൊണ്ടുവെക്കുമ്പോ ആ മനുഷ്യൻ പറയുന്നു, അൽഹംദുലില്ലാഹ് അലാ
നീ ചെയ്തു തന്ന എല്ലാ നിഅമത്തിനും അൽഹംദുലില്ലാഹ്, നീ ചെയ്തു തന്ന എല്ലാ കാരുണ്യത്തിനും അൽഹംദുലില്ലാഹ്, നീ ചെയ്തു തന്ന എല്ലാ സന്തോഷത്തിനും അൽഹംദുലില്ലാഹ്. മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു കരയാൻ തുടങ്ങി. ആ മനുഷ്യനോട് ചോദിക്കുന്നയടോ, അല്ലാഹു നിനക്കൊന്ന് എഴുന്നേറ്റ് നടക്കാൻ തന്നിട്ടില്ല, ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് കുടിക്കാനുള്ള കഴിവ് തന്നിട്ടില്ല, നിന്റെ പ്രിയപ്പെട്ടവരാരെങ്കിലും അടുത്തു വന്നാൽ കണ്ണു തുറന്ന് അവരെ ഒന്ന് നോക്കാൻ പോലുമുള്ള കഴിവ് തന്നിട്ടില്ല. ആരോ കൊണ്ട് തരുന്ന ആഹാരം കഴിക്കാൻ മാത്രം വിധിക്കപ്പെട്ട നീ എങ്ങനെയാണ് പടച്ചവന് സ്തുതി പറയുന്നതെന്ന് ചോദിക്കുമ്പോ ആ മനുഷ്യൻ പറയുകയാണ്, നിങ്ങളാരാണെന്ന് എനിക്കറിയില്ല, പക്ഷെ അല്ലാഹു എനിക്ക് ഇന്ന് ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നാവുണ്ടല്ലോ, ഈ നാവിന് പകരം പോലും മരിക്കുവോളം ഞാൻ കോടിക്കണക്കിന് വിക്റ് ചൊല്ലിയാലും മതിയാവില്ല എന്ന് മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു പറയുമ്പോ എന്റെ മുമ്പിൽ നിൽക്കുന്ന പ്രിയപ്പെട്ടവരെ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാരുണ്യവാനായ ജല്ല ജലാലായ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും തന്നതിന് പകരം ദിക്ർ കൊണ്ട് നന്ദി രേഖപ്പെടുത്താൻ കഴിയൂല, തന്നതിന് പകരമൊന്നും ആവൂല. പക്ഷെ എങ്കിലും നമ്മൾ നല്ലവരാണല്ല എന്ന പ്രഖ്യാപനമാണ് ഓരോ ദിക്റിലൂടെയും നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്, ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സ്വാലിഹീങ്ങളായി മരണപ്പെടുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞ ഖുർആനായത്ത് എന്താ? ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മസ്തഖാമു എന്ന് പിന്നീടാ പറഞ്ഞത്. ആദ്യം എന്താ പറഞ്ഞത്? ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ റബ്ബ് അല്ലാഹു ആണെന്ന് പറയുന്നവർ, അതാണ് ദിക്ർ. ഞങ്ങളുടെ റബ്ബ് അല്ലാഹു ആണെന്ന് പറയുന്നവർ എന്ന് പറഞ്ഞാൽ എന്താ? ദിക്ർ ചെല്ലുന്നവരെന്ന അർത്ഥം. അല്ലാതെ ഞങ്ങളെ റബ്ബ് അല്ലാഹു ആണെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നതല്ല അതിന്റെ അർത്ഥം. ഞങ്ങളെ റബ്ബ് അല്ലാഹു ആണെന്ന് പറയുന്നവരെന്താണ്? ദിക്റിൽ നിന്ന് ഒഴിവാകൂല. നമ്മൾ പണ്ട് നമ്മുടെ മക്കളോട് ഉറങ്ങാൻ നേരത്തെ നമ്മൾ പറയില്ല, മക്കളെ ബിസ്മിക അല്ലാഹുമ്മ അമൂതു വഹിയ, അല്ലാഹുമ്മ ബിസ്മിക അമൂതു വഹിയ, ബിസ്മിക റബ്ബി വലഅതു ജംബി വബിക അർഫഉഹു ഇൻ അംസക്ത നഫ്സി വറഹ്മഹാ ഫൈൻ അർസൽതഹാ വഅഫൽഹാ ബിമാ തഹഫുദു ബിഹി ബാറക സ്വാലിഹീൻ. ഇതൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച് നമ്മുടെ മക്കൾ ചൊല്ലി രാവിലെ എഴുന്നേൽക്കുമ്പോൾ എത്ര റാഹത്തിലാണ് എഴുന്നേൽക്കുന്നത്, എത്ര സന്തോഷത്തിലാണ് എഴുന്നേൽക്കുന്നത്. ഇന്ന് നമ്മുടെ മക്കൾ രാവിലെ എഴുന്നേൽക്കുന്നത് ഉമ്മ കുളിപ്പിച്ച് സ്കൂൾ ബാഗ് തൂക്കിക്കൊടുത്താലും ഇത് കണ്ണ് തുറന്നിട്ടുണ്ടാവില്ല. അതിന്റെ ഇടയ്ക്ക് 4 ഇഡ്ഡലി കഴിച്ചിട്ടുണ്ടാവും, പാല് കുടിച്ചിട്ടുണ്ടാവും, മുട്ട കഴിച്ചിട്ടുണ്ടാവും, കണ്ണ് തുറന്നിട്ടുണ്ടാവില്ല. കണ്ണ് തുറക്കണമെങ്കിൽ ഇബ്ലീസ് പോകണം. ഉമ്മ വന്ന് വിളിച്ചാലല്ല ഇബ്ലീസ് പോകുന്നത്. ഇബ്ലീസ് പോകണമെങ്കിൽ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദ മാ അമാതനാ വ ഇലൈഹിൻ നുശൂർ എന്ന് മോള് സന്തോഷത്തോടെ പറയണം. മക്കളങ്ങനെ പറയിപ്പിച്ചു നോക്കിയേ. ഞാൻ വീട്ടിലുള്ള ദിവസങ്ങളിലൊക്കെ മക്കളെ ഉണർത്തുമ്പോൾ ആദ്യം കാലിലാണ് തട്ടേണ്ടത്. ആദ്യമേ പോയി തലയെ പിടിച്ച് കുരുക്കി സുബൈദ എനിക്കടെ സുരി ചുക്കുടു കുക്കുടു എന്നല്ല, അങ്ങനല്ല. എന്നാൽ ആ മക്കൾക്ക് ഉമ്മായോട് ദേഷ്യം ഉണ്ടാവും, പാപ്പായോട് വെറുപ്പുണ്ടാവും. ആദ്യ കാലിനാണ്. ശാസ്ത്രീയമായ ഒരു കുഞ്ഞുണരേണ്ടത് കാലിൽ തൊട്ടിട്ടാണ്. ആരും ഉറങ്ങുമ്പോ കാലിൽ പതുക്കെ തട്ടിക്കൊടുത്താല് പതുക്കെ കണ്ണ് തുറക്കുമെന്നാണ്. ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും വലിയ കണക്ഷനുണ്ട്. അപ്പൊ അങ്ങനെ തട്ടിയിട്ട് പിന്നെ അടുത്തൊന്ന് കിടന്ന് ഉമ്മച്ചിയുടെ ചക്കര വാതിക്കൊരു മുത്തൊക്കെ കൊടുത്ത്, അല്ലാതെ സ്കൂൾ വണ്ടി വരാറായി എന്ന് പറഞ്ഞ് കാലിൽ പിടിച്ച് നേരെ ബാത്റൂമിൽ കൊണ്ടുപോയി മുക്കി ഉജാല മുക്കണവരെ മുക്കിയെടുത്ത് നേരെ കൊണ്ടിരുത്തി സാധനം ഇങ്ങനെ വലിച്ചു കെട്ടിക്കൊടുത്ത് മൊബൈൽ ഓണാക്കി ചിക്കരു കണ്ടംപൂച്ച കണ്ടംപൂച്ച എന്നൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ ഇട്ട് ഇതിങ്ങനെ തിന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. മതി മമ്മി പ്ലീസ്, മതി മമ്മി മതി പ്ലീസ് ഒക്കെ പറഞ്ഞിട്ട് നേരെ വണ്ടിക്കകത്തെടുത്ത് ഫിറ്റ് ചെയ്ത് കൊടുക്കണ സാധനം ആവരുത്. എന്നാ നിങ്ങൾ മരിക്കുമ്പോ ഇതുപോലെ ഈ സാധനം ഫിറ്റ് ചെയ്യും. ഒരു ദിക്റുണ്ടാവൂല, ഒരു ദുആ ഉണ്ടാവൂല. വാപ്പ വടിയായി പോയെന്ന് കൂട്ടുകാർക്ക് മെസ്സേജ് അയക്കും, എന്നിട്ട് അടിയിൽ ഒരു ചിരിക്കുന്ന സിമ്പൽ ഇട്ട് കൊടുക്കും. നിങ്ങൾ എങ്ങനെയാണോ മക്കളോട് കാണിക്കുക അതിന്റെ ഇരട്ടി ചെയ്യാൻ പോകുന്ന കാലമാണ്. കാലങ്ങൾ മക്കളെ പഠിപ്പിക്കുന്ന കോലമാണ് ഇനി വരാൻ പോകുന്നത്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, അർബഉൻ അത്യബുൽ കലാം, 4 വാക്കുകൾ ഒരു മനുഷ്യന്റെ നാവിന് വല്ലാത്ത സുഗന്ധമുണ്ടാക്കുന്ന വാക്കുകളാണ്. ആ 4 വാക്കുകൾ അവന്റെ നാവിൽ നിന്ന് അടർന്നു വരുന്നത് ആത്മാവിന് സുഗന്ധമുണ്ടാക്കുന്നതാണ്. അവൻ മരിക്കുമ്പോ ദുർഗന്ധമുണ്ടാവൂല, അവന്റെ റൂഹിന് സുഗന്ധമാണ്. അവന്റെ സുഗന്ധം 7 ആകാശം നിറയെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കൊണ്ടുപോകുന്നതാണ്. അത്യബുൽ കലാം, സംസാരത്തിൽ ഏറ്റവും സുഗന്ധമുള്ളത്. മറക്കല്ലേ
നടക്കല്ലേ, മരിക്കുന്നത് വരെ ഇനി ഒരു ദിവസം പോലും ആ 4 വാക്കുകൾ എന്റെ നാവിലൂടെ ഞാൻ പറയാതിരിക്കൂല. റജബ് മാസത്തിൽ ഇടത്തറപ്പള്ളിയുടെ തിരുമുറ്റത്ത് വന്നിരിക്കുന്ന നിങ്ങൾ ഇന്നു മുതൽ അത് ചൊല്ലുന്നവരായാൽ അല്ലാഹുവേ എനിക്കും നിങ്ങൾക്കും അതിന്റെ കൂലി കിട്ടുമല്ലോ. അതുകൊണ്ട് എന്റെയും നിങ്ങളുടെയും ആത്മാവിന് പരിശുദ്ധി ഉണ്ടാവുമല്ലോ. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്നതു ഇർജിഇ ഇലാ റബ്ബിക റാദിയത്തൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. അല്ലാഹുവിന്റെ മാലാഖമാര് സ്വാഗതഗാനം പാടിയിട്ട് സ്വർഗലോകത്തേക്ക് നമ്മെ കൊണ്ടുപോകുമല്ലോ. ആ 4 വാക്കിൽ ഒന്നാമത്തത് സുബ്ഹാനല്ലാഹ്. നിങ്ങൾ നിരന്തരം പറയുന്ന വാക്ക് തന്നെയാണ്, പക്ഷെ അതിന് ഇങ്ങനെ ഒരു പോരിശ ഉണ്ടെന്ന് മനസ്സിലാക്കി ഒഴിവാക്കൂല. ഒന്നാമത്തെ വാക്ക് സുബ്ഹാനല്ലാഹ്. സുബ്ഹാനല്ലാഹ്ക്ക് ഒറ്റ വാക്ക് മാത്രം ഹദീസിൽ നിന്ന് എടുത്തു പറഞ്ഞാൽ നിങ്ങൾ അറിയാതെ ചൊല്ലിപ്പോവും. സുബ്ഹാനല്ലാഹ് തംലഉൽ മീസാൻ. സുബ്ഹാനല്ലാഹ് എന്ന ദിക്ർ മീസാൻ എന്ന ത്രാസിനെ നിറയ്ക്കാൻ ത്രാണിയുള്ളതാണെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. മീസാൻ എന്ന ത്രാസ് എന്ന് പറഞ്ഞാൽ എങ്ങനത്തെ ത്രാസ? ഇടത്തറയിൽ കപ്പ തൂക്കുന്ന ത്രാസാണ്. മീസാൻ എന്ന ത്രാസ് എന്ന് പറഞ്ഞാൽ എങ്ങനത്തെ ത്രാസാണ്? ഈസാ നബി അലൈഹിസ്സലാം ഒരിക്കൽ അള്ളാഹിനോട് ചോദിച്ചു, പടച്ചോനെ മീസാൻ എന്ന ത്രാസിന്റെ വലിപ്പം എത്രയാണ്? പരലോകത്തെ നന്മ തിന്മ തൂക്കുന്ന മീസാന്റെ വലിപ്പം എത്രയാണ്? ആ സമയത്ത് അള്ളാഹു പറഞ്ഞു, ഈസാ നബിയെ, ആകാശഭൂമികളെ മീസാൻ എന്ന അമല് തൂക്കുന്ന ത്രാസിലിട്ടാൽ വലിയ ചെമ്പ് പാത്രത്തിനകത്തൊരു നാണയത്തൊട്ടിട്ടതിന്റെ അത്ര ഉണ്ടാവുള്ളൂ. ഇന്നാലില്ലാ പടച്ചോനെ, ആലോചിച്ചു, അതിനകത്താണ് നമ്മുടെ 20 മിനിറ്റുള്ള തറാവീഹ് എടുത്തിടാൻ പോണത്. റമളാനിൽ മഗ്‌രിബ് നിസ്കാരത്തിന്റെ സുജൂദിൽ കിടന്ന് ഈത്തപ്പഴം തോണ്ടിക്കറയണ നമ്മുടെ അമൽ അതിനകത്ത് കിട്ടും. 10 രൂപ ഒരാൾക്ക് സ്വതക്ക കൊടുത്താൽ എന്റെ പേര് മുസ്ലിയാർ വായിച്ച് തെറ്റിപ്പോയോണ്ടാ അതിന്റെ മുമ്പിൽ ഒരു എ എന്നുകൂടെ ഉണ്ടായിരുന്നു. എന്നാലും പൂർണ്ണമാവുള്ളൂ, എല്ലാവർക്കും മനസ്സിലാവണ്ടേ. യതീമായ കുട്ടിക്ക് ഒരു അരപ്പവൻ സ്വർണം കൊടുത്താൽ ഇടത്തറയും പത്തനാപുരത്തും അറിയാൻ ഇനി ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഫോൺ വിളിച്ച് സംസാരത്തിനിടയിൽ എങ്ങനെയെങ്കിലും ഒന്ന് അറിയിപ്പിക്കും. ഉംറയ്ക്ക് പോകുന്നതും ഹജ്ജിന് പോകുന്നതും പൊരുത്തത്തോടെ യാത്ര ചോദിക്കുന്നതും മനസ്സിലാക്കാം. അത് കഴിഞ്ഞു വന്നിട്ട് ഇന്നലെ ഒന്നുള്ളൂ മുഖത്തും ഇന്നലെ ഒന്നുള്ളൂ മദീനത്തും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നതിന്റെ ഗുഡൻസ് മനസ്സിലാകുന്നില്ല. ഇത് പെട്ടെന്ന് പൊളിച്ചു കളയാൻ ഇബ്ലീസ് അവനെ കൊണ്ട് പറയിപ്പിക്കുന്ന ഒരു വല്ലാത്ത തന്ത്രമാണ്. നമ്മളതിൽ വീണുപോവുകയാണ്. എല്ലാമലും ഇപ്പൊ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കാണാത്ത ഒരു മഖലൂക്ക് ദുനിയാവിൽ ഇല്ലാണ്ടായിട്ടുണ്ട്. എല്ലാരും കാണാൻ. ചിലര് പറയുന്നത് പിന്നെ ഫാത്തിമ റളിയല്ലാഹു അൻഹ കൂടെ ഉണ്ടായിരുന്നു, ചുരിദാർ ഇട്ടിരുന്നു എന്നൊക്കെയാണ് സ്വപ്നത്തിൽ. ഖദീജ ബീവിയെ കണ്ടിരുന്നു, കൂടെ മുത്തുനബിയെ കണ്ടിരുന്നു. രസമാണ് പറയാൻ. അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ, സ്വപ്നം കാണാൻ മുഹിബ്ബീങ്ങൾക്ക് ഒട്ടും പ്രയാസമൊന്നുമില്ല, പെട്ടെന്ന് കാണും. എളുപ്പമുള്ള അമല് തന്നെയാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ റിസ്ക്കൊന്നുമില്ല. പക്ഷെ അതിങ്ങനെ നിരന്തരം തട്ടിക്കളിക്കാൻ പറ്റുമാറ് വേഗതയിൽ എല്ലാവർക്കും കിട്ടൂല. അതിനെ നമ്മൾ നിസ്സാരവൽക്കരിക്കരുത്. എല്ലാ അമലിനെയും ചെറുതായി കണ്ടു പറഞ്ഞു നശിപ്പിച്ചു. ഓതിയതും ചൊല്ലിയതും കൊടുത്തതും ചെയ്തതും ഒക്കെ മീസാനിൽ കയറാൻ പറ്റാത്ത വിധം കോലമുണ്ടാക്കി വെച്ചു. എങ്ങനെയാണ് ആഖിറത്തിൽ പോയിട്ട് രക്ഷപ്പെടുക? അല്ലാഹുവേ, ഈ സംഘാടകർ ഇവിടെ ഇതിനു വേണ്ടി കഷ്ടപ്പെട്ട് ചെയ്യുന്നതിന്റെ കൂലിയെങ്കിലും കാരുണ്യവാനായ അല്ലാഹുവേ, ആഖിറത്തിൽ അവർക്ക് നീ കൊടുക്കണേ പടച്ചോനെ. ഫലാഹ് ഉസ്താദ് 10 വർഷമാകട്ടെ 11 വർഷമാകട്ടെ അദ്ദേഹം ചെയ്തു സേവനങ്ങൾ ചെയ്തു. ഇതിന് സ്പെഷ്യൽ കൂലിയല്ലേ? ഇത്രയും ആളുകളെ കൊണ്ടുവന്നിരുത്തി. അതിന് സംഘാടകർ ഒറ്റയ്ക്ക് തീരുമാനമെടുക്കുന്നതല്ല. എന്തായാലും ഇത്രയും വർഷം ഇരുന്ന സ്ഥിതിക്ക് വലായിയോട് ആലോചിക്കും. അപ്പൊ വലായി പറയും, നമുക്ക് അങ്ങനെ ഒരു വാത് വെക്കാം. ഞങ്ങളെ സുഹൃത്തുക്കളെ വിളിച്ച്, അദ്ദേഹത്തിന്റെ സുഹൃത്ത് സൽമാ മൗലവിയാണ് എന്നെ ഈ വാതിന് വേണ്ടിയിട്ട് ക്ഷണിച്ചത്. അപ്പൊ അങ്ങനെ സൗഹൃദ വലയങ്ങളിൽ വെച്ച് ഉസ്താദുമാരൊക്കെ കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ മനസ്സിന് തൃപ്തിയാകുന്നില്ല. തൃപ്തിയാകുന്നെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ ആദ്യം മുതൽ അവസാനം വരെ ഹദീസും പറഞ്ഞാലൊന്നും ചിലപ്പോൾ ഇഷ്ടപ്പെടൂല. ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ 2 ബൈത്തൊക്കെ ചൊല്ലി ഇത്തിരി തമാശയൊക്കെ പറഞ്ഞ് ഇപ്പോഴത്തെ മൈൻഡിൽ ആളുകളെ പിടിച്ചിരുത്താനും കൂടെ പറ്റണം. അതിന് പറ്റിയ ആൾക്കാർ തന്നെയാണ് ഇതിനകത്ത് നോട്ടീസിലൊക്കെ ഉള്ളത് മൊത്തം. പക്ഷെ അങ്ങനെ വരുമ്പോ അതിന്റെ കൂലി ആർക്ക് കിട്ടും? അൽഹംദുലില്ലാ, ഒന്ന് കണ്ണൊക്കെ നനഞ്ഞ് ദുആ ചെയ്ത് പോകുമ്പോ റജബല്ലേ, മാഷാ അല്ലാഹ്, റജബിനെ ഒരു സ്വാഗതം ചെയ്യാൻ പറ്റിയല്ലോ. അതിന്റെ കൂലി ഈ നാടിന് മൊത്തം ഒരു പവിത്രതയുണ്ടാവുന്നതിനോടൊപ്പം ഉസ്താദിനും കമ്മിറ്റിക്കാർക്കും കിട്ടും. കൂടെ നിഷ്കളങ്കമായി വന്നിരിക്കുന്ന നമുക്കും കിട്ടും. ആ ചെറുപ്പക്കാരൊക്കെ അവിടെ ഇങ്ങനെ ഈ മതിലിന്റെ മുകളിലൊക്കെ ഇരിക്കുന്ന കാണുമ്പോ വല്ലാത്ത സന്തോഷം. അല്ലാഹുവേ, ആ മക്കൾക്ക് അറിച്ചിന്റെ തണല് നീ കൊടുക്കണേ റഹ്മാനെ. അവര് ഗാനമേളക്കും സിനിമാറ്റിക് ഡാൻസിനും പൂരത്തിനും
ആന എടുത്തെറിയുന്നത് കാണാനും സെൽഫി എടുക്കാനും അല്ലല്ലോ പോയിരിക്കുന്നത്. മാഷാ അല്ലാഹ്, അവരെ ഇൽമിന്റെ സദസ്സിലല്ലേ. അള്ളാഹു ആ മക്കൾക്ക് മാതാപിതാക്കളുടെ പൊരുത്തവും ഉസ്താദുമാരുടെ ഗുരുത്വവും അള്ളാഹുവിന്റെ തൃപ്തിയും പടച്ചോൻ ആ മക്കൾക്ക് കൊടുക്കട്ടെ. ഉസ്താദുമാര് പോയി, സംഘാടകര് മാറി, പുതിയ തലമുറ വന്നാൽ ആ മക്കളാണ് ഇനി ഈ പള്ളിയും ഈ ദീനീ ഖിദ്മത്തും ഒക്കെ സംരക്ഷിക്കേണ്ടത്. ഇന്ന് നമ്മുടെ ചെറുപ്പക്കാർ അധികവും കള്ളും ലഹരിയും കഞ്ചാവുമായി മാതാവിനെ കഴുത്തിൽ പിടിക്കുന്ന കാലമാണ്. ഞാൻ നടത്തുന്ന സ്നേഹസാഗരത്തിൽ ചട്ടുകം പഴിപ്പിച്ച് മാതാവിന്റെ കാലിൽ വെച്ച ആ മാതാവ് പോലുമുണ്ട് ഈ വിനീതന്റെ സ്നേഹസാഗരത്തിൽ 3 നേരം ഭക്ഷണം കഴിക്കാൻ. മരിക്കുന്നത് വരെ ഇനി പൊന്നുമോന് സ്വർണം തരാമെന്ന് പറഞ്ഞാലും പോകില്ലെന്ന് പറയാം. ഉമ്മാടെ തൊലി പൊള്ളിച്ചെടുത്ത മോനെ ആ ഉമ്മനെ അങ്ങനെ നോക്കും. അങ്ങനത്തെ കാലമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ഖിദ്മത്തിന്റെ കൂലി, ഞാൻ ഈ പറയുന്നതിന്റെ കൂലി അള്ളാഹു ഒരു സ്വാലിഹായ അമലായി, ഒരു ഗമയും കാണിക്കാതെ, ഒരു അഹങ്കാരം കാണിക്കാതെ, ഒന്നും മനസ്സിൽ ചിന്തിക്കാതെ നിഷ്കളങ്കമായി പറയുന്ന മീസാനിൽ വലിയ ഭാരമുള്ള അമലാക്കി കാരുണ്യവാനായ റബ്ബ് ഇതിനെയും മാറ്റട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒന്നാമത്തത് സുബ്ഹാനല്ലാഹ് എന്നതാണ്. അതിന്റെ ഒരു പ്രതിഫലം തന്നെ കേട്ടപ്പോൾ നിങ്ങൾ അത്ഭുതപ്പെട്ടല്ലോ. മീസാൻ എന്ന വിശാല വിസ്തൃതമായ ആകാശഭൂമിയിട്ടാൽ പോലും അതിന്റെ ഒരു മൂലയ്ക്ക് മാറിയിരിക്കുന്ന നാണയത്തുട്ട് പോലെ അത്രയാണെങ്കിൽ ഈ സുബ്ഹാനല്ലാഹ് അതിന് പതിവുണ്ടെങ്കിൽ, പവറുണ്ടെങ്കിൽ, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഓരോ ദിവസവും നേരം പുലരുമ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തന്റെ ദിവസം ആരംഭിക്കുന്നത് 12,000 സുബ്ഹാനല്ലാഹ് ചൊല്ലിയിട്ടാണ്. ദിവസം ആരംഭിക്കുന്നത് 12,000 സുബ്ഹാനല്ലാഹ് ചൊല്ലിയിട്ടാണ്. അല്ലാഹുവേ, അല്ലാഹുവേ, നിങ്ങൾ ആലോചിക്കുക നമ്മൾ എത്ര മാറണം. സുബ്ഹാനല്ലാഹയുടെ കൂലിയാണ്, സുബ്ഹാനല്ലാഹയുടെ പവറാണ്. ഒരു അതിശയം കണ്ടാൽ നമ്മൾ എന്താ സുബ്ഹാനല്ലാഹ് എന്ന് പറയാം. ഒരു അത്ഭുതം കണ്ടാൽ നമ്മൾ പറയേണ്ടത് സുബ്ഹാനല്ലാഹ് എന്നാണ്. കന്യാകുമാരി പോണം, സൂര്യോദയം കാണണമെന്ന് പറഞ്ഞ് ഇടത്തറയെന്ന് വണ്ടി പിടിച്ച് വാപ്പായും ഉമ്മായും മക്കളും എല്ലാവരും കൂടി പോയി. വാപ്പ പിന്നെ ഫലായി ഉസ്താദിന്റെ കൂടെ നടന്ന്, അല്ലെങ്കിൽ ഇവിടുത്തെ ഇടത്തറ പള്ളിയോട്ടൊക്കെ നടന്ന് ജുബ്ബയൊക്കെ ഇട്ട് തുപ്പയൊക്കെ വെച്ച് ദാടിയൊക്കെ വെച്ച് തസ്ബിയൊക്കെ കയ്യിലുള്ള വാപ്പയാണ്. വാപ്പായും മക്കൾ എല്ലാവരും കൂടെ പോയി ടെറസിന്റെ താമസിക്കുന്ന ലോഡ്ജിന്റെ മുകളിൽ കയറി. ഞാനത് പറയുന്നത് ഞങ്ങളൊക്കെ ഇങ്ങനെ പോയി കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. ലോകത്തിലൊക്കെ കാണാൻ വേണ്ടി വെച്ചിരിക്കുന്ന സാധനമാണ്. അപ്പൊ അതിന്റെ മുകളിൽ കയറി സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്ന ആ ഫസ്റ്റ് രംഗം ഇങ്ങനെ കാണാൻ വേണ്ടി ഇങ്ങനെ നോക്കിയിരുന്നു. അതിങ്ങനെ പൊങ്ങി വരുമ്പോ ഈ പ്രിയപ്പെട്ട വാപ്പ പറയാണ്, സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്, 80 വർഷം ഇബാദത്ത് ചെയ്ത കൂലി കിട്ടും. എത്രയാണ് 80 വർഷം? എന്നാൽ ഇപ്പാപ്പയുടെ മക്കളുണ്ട്, പാപ്പ പഠിപ്പിച്ചിട്ട് മക്കൾ പഠിച്ചില്ല, ഇപ്പുതിനുണ്ടാക്കി തിരിച്ചു വന്നു, ഉസ്താദിന്റെ മൂലത്തിൽ ബ്ലൈഡും വെച്ചിട്ട് ഇറങ്ങി വന്നു. അതുപോലെ അങ്ങനെ, കാരണം ഉമ്മ ചിലപ്പോൾ ഇച്ചിരി കുരുത്തക്കേടായിരിക്കും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് മക്കൾ വഴിതെറ്റി പോയി. മക്കൾ ഇങ്ങനെ വരുമ്പോ ഉമ്മായും മക്കളും കൂടി സൂര്യൻ ഇങ്ങനെ ഉണ്ട്. ഉമ്മാമ എന്താ പറയാ, ഉമ്മാമായും ഉമ്മായൊക്കെ ഇങ്ങനെ പറയാ. ഇതിന് 80 കൊല്ലത്തെ കൂലി ആരടിച്ചോണ്ട് പോയി? പാപ്പ അടിച്ചോണ്ട് പോയി, ഒറ്റ വാക്കിൽ. മറ്റത് ആവ് കിടക്കുക. 80 വർഷം മീസാനിൽ നോക്കുമ്പോ ഉമ്മായും മക്കളും നോക്കുമ്പോ തന്ത കൊണ്ടുപോയി 80 കൊല്ലം, ആകെ 60 വയസ്സ് ജീവിച്ചോളൂ പോയപ്പോഴും ഞാൻ കൊണ്ടുപോയി. ഇത് ചുമ്മാതെ പറയുന്നത്. സുബ്ഹാനല്ലാഹയുടെ പവറാണ്. അതിശയം കണ്ടാൽ പറയാം. മോൻ ഹാഫിളായി, സുബ്ഹാനല്ലാഹ്, മാഷാ അല്ലാഹ്. അതിനൊക്കെ അറബികളെ സമ്മതിക്കണം. അവർക്ക് അള്ളാഹ് കൊടുക്കുന്ന ബറക്കത്തിന്റെ പൊരുൾ എന്താ നിങ്ങൾ മനസ്സിലാക്കിയത്? നാവില് സുബ്ഹാനല്ലാഹയും മാഷാ അല്ലാഹയും തബാറക്കല്ലാഹയും അൽഹംദുലില്ലാഹ് ഇല്ലാത്ത മണിക്കൂറുണ്ടാവില്ല. അതിന് അള്ളാഹ് വാരിക്കോരി കൊടുക്കുന്നവരെന്താ? അവരാ ഒരു ചുറ്റുപാടിൽ ജീവിക്കുന്നവരാണ് എന്ന് പറഞ്ഞ് നമ്മൾ അവിടെ പോയി നിന്ന് നാട്ടിൽ വന്ന് നിസ്കാരമൊന്നുമില്ല, 4 വർഷം കൂടുമ്പോ ഉസ്താദിനെ വന്നിട്ട് ഒരു മജ് മാത്രം കൊണ്ട് കൊടുത്തിട്ട് മാഷാ അല്ലാഹ് ഇത് നമ്മളവിടെ ഭയങ്കര റേറ്റാണ്, ഒരു തുള്ളിക്ക് 80 കോടി രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിപ്പോകും. ഉസ്താദ് പറയണ്ട, ബാങ്കിയൊക്കെ നിസ്കരിച്ചിട്ട് നമ്മള് ഗൾഫില അവിടെ മതി എന്നൊക്കെ പറഞ്ഞ് ഒറ്റ മുങ്ങല. ഈ സുബ്ഹാനല്ലാഹ് അവിടെ തൂക്കൂല. ഈമാനുള്ള സുബ്ഹാനല്ലാഹ് വേണം, ഈമാനുള്ള സുബ്ഹാനല്ലാഹ് വേണം. യേശുദാസ് എത്രയോ പാട്ടിൽ പാടിയിട്ടുണ്ട്. സുബ്ഹാനക ലാ ഇൽമ ലനാ, ഫലാഹി ഓതുന്നതിനെക്കാരും ഞാനൊക്കെ ഓതുന്നതിനെക്കാരും നല്ല സ്വരത്തിലും താളത്തിലും പാടും. അതെങ്ങനെ പാടി, അതെങ്ങനെ ഓതി വെച്ചിട്ട് പിന്നെ കണ്ണീരിൽ മുങ്ങി ഞാൻ കൈകൾ നീട്ടുന്നു പെരിയോനേ, ആ വരി കണ്ണീരോടെ ഫലാഹി മേറാബിലിരുന്നിട്ട് കൈ നീട്ടിട്ട് ഇങ്ങനെ പറഞ്ഞുണ്ടല്ലോ. അല്ലാഹ്, അപ്പോഴാ അറച്ചില്ല അതിന്റെ ഒരു അടവുണ്ടോ. ഈമാനും കൂടെ വേണം. മറ്റതിങ്ങനെ കേൾക്കാം, അവരിങ്ങനെ പാടും, അവർക്കിങ്ങനെ പഠിക്കാം, അതൊക്കെ അങ്ങനെ ജീവിതത്തിൽ നടക്കുന്നതാണ്. സാഹോദര്യവും സൗഹാർദ്ദം എന്നൊക്കെ പറഞ്ഞ് നടക്കും. പക്ഷേ ഈ കൂലി കിട്ടുന്നത് ഈമാൻ എന്ന അടയാളം നോക്കിയിട്ടാണ്.
അപ്പൊ സുബ്ഹാനല്ലാഹ്, ഒരു അതിശയം കൊണ്ടൊരു അത്ഭുതം കണ്ടൊരു മനുഷ്യന് സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ 80 വർഷത്തെ ഇബാദത്തിന്റെ കൂലി കാരുണ്യവാനായ പടച്ചവൻ അവന് കൊടുക്കുന്നതാണ്. അതുകൊണ്ട് സുബ്ഹാനല്ലാഹ് ഒഴിവാക്കല്ല ഉമ്മ. എല്ലാ ദിവസവും ഒരു 101 പ്രാവശ്യം സുബഹിയുടെ സമയത്തോ മഗ്‌രിബിന്റെ സമയത്തോ സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് ചൊല്ലാൻ പഠിക്കണം. അതിന് സാവകാശമുണ്ടാവണം. ഇന്ന് പള്ളികളിൽ ഈ ഭാഗത്തൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഈ ഭാഗത്തൊക്കെ നമ്മൾ നിസ്കരിക്കാൻ കയറുന്ന വളരെ ഇങ്ങോട്ടൊക്കെ വരവ് കുറവാണ്. അപ്പൊ അങ്ങനെ പ്രഭാഷണമൊക്കെ ഈ ഭാഗത്തിന്റെ കുറവാണ്. അതുകൊണ്ട് എങ്ങനെ വിളിക്കാത്താണോന്ന് അറിയില്ല. അല്ലാഹു അഅലം. അപ്പൊ ഏതായാലും കുറവാ ഈ ഭാഗത്ത്. ഇങ്ങനെ എന്നാൾ ഒരു ദിവസം ഒന്നിൽ വന്നു. പിന്നെ ഇങ്ങനെ ഇടയ്ക്ക് ഈ പത്തനംതിട്ട ഭാഗമൊക്കെ വിളിക്കുന്നുണ്ട്. പക്ഷെ അവർ ഈ ലാസ്റ്റ് ടൈമിൽ വിളിക്കുന്നുണ്ട് കൊടുക്കാൻ പറ്റാത്ത. ഇത് പിന്നെ നേരത്തെ തന്നെ ചങ്ങല കയറിട്ട് മുറുക്കി ഫലായി ഒറ്റ വലിച്ചിട്ടിരുന്നുകൊണ്ട് വേറെ എങ്ങും പോകാൻ പറ്റിയില്ല. അപ്പൊ ഈ പള്ളിക്കകത്ത് ഉസ്താദ് നിസ്കാരം കഴിഞ്ഞ് സലാം വിട്ട് ആയത്തിൽ കുറിച്ച് കോതിയിട്ട് സുബ്ഹാനല്ലാഹ് അങ്ങനെ പറഞ്ഞാൽ ബാക്കിൽ എന്ത് പരിപാടി പെട്ടെന്ന് തീരുകയും ചെയ്യും. ചിലപ്പോൾ മൗമൂമികളെക്കാൾ സ്പീഡിൽ സുബ്ഹാനല്ലാഹ് ഇമാമ തീർക്കണം. മൗമൂമികളെ സുബ്ഹാനല്ലാഹ് കഴിയുമ്പോ ഇമാമ തീർന്നു. എവിടെയാണ് ഈ പോണത്? വെളിയിലിറങ്ങി ഒന്നീന്നുണ പറയും, ഇല്ലെങ്കിൽ ഒരു കോയാക്കാരെ കടയിൽ പോയി സോഡ കുടിക്കും, ഇല്ലെങ്കിൽ വെറുതെ ആ പള്ളിയുടെ തന്നെ ഒന്നിരുന്ന് മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കും. ഇതിനാണ് ഈ വെപ്രാളം. ആകെ 2 മിനിറ്റ് മതി ഇതൊക്കെ തീരാൻ. പക്ഷെ എന്നാലും ആ സമയത്തൊരു വെപ്രാളം. നിസ്കാരത്തിന് ശേഷം പറയുന്ന സുബ്ഹാനല്ലാഹയുടെ കൂലിയുണ്ടല്ലോ 33 ഈ കണ്ണികകളുള്ള താക്കോല് പോലെയാണ് അതിന്റെ ബറക്കത്ത് തുറക്കുന്നത്. അതുകൊണ്ടാണ് 33 ചൊല്ലാൻ പറഞ്ഞത്. വെറുതെ ഒരു 33 എണ്ണം പറഞ്ഞതല്ല. ആ 33 എന്ന് പറയുന്ന താക്കോൽ എടുത്തു കഴിഞ്ഞാൽ അതിന് ഓരോ ചുരുവുകൾ ഉണ്ടാവൂലേ, 1, 2, 3, അതുപോലെ 33 ഉള്ള ഒരു ബറക്കത്തിന്റെ ചാവിയാണത്. അതങ്ങനെ ചൊല്ലിയിട്ട് ഓരോ ദിവസവും 5 നേരം ഒരു വിശ്വാസി തുറക്കുമ്പോൾ അവന്റെ ജീവിതത്തിൽ വലിയ അഭിവൃദ്ധി അല്ലാഹു തരും. അതുകൊണ്ട് ഒഴിവാക്കേണ്ട പ്രിയപ്പെട്ടവരെ, സുബ്ഹാനല്ലാഹ് മീസാനെന്ന ത്രാസിന്റെ മുതൽക്കൂട്ടാവാൻ നിങ്ങൾ കൂടപ്പുറത്തായി കൊണ്ടു നടന്നോ. ഇന്നു മുതൽ ഇൻഷാ അല്ലാഹ് മരിക്കുന്നത് വരെ എന്തൊക്കെ സംഭവിച്ചാലും ബാക്കി ഞങ്ങൾ ഒഴിവാക്കൂലാതെ തീരുമാനിച്ചോ. രണ്ടാമത്തത് അൽഹംദുലില്ലാഹ്, നിങ്ങൾ അറിയുന്നതാണ്, പക്ഷെ ഇതിന്റെ കൂലിയാവും. മഹത്വം മനസ്സിലാക്കിയിട്ട് ചൊല്ലുമ്പോൾ വലിയ കൂലിയാണ്, വലിയ പ്രതിഫലമാണ്. നിങ്ങൾ അറിയുന്നതല്ലേ അൽഹംദുലില്ലാഹ്, നിങ്ങൾ അറിയുന്നതാണ് അൽഹംദുലില്ലാഹ്. ചില കാര്യങ്ങളുടെ അർത്ഥം, ഞാനിപ്പോ ഒരു സ്ഥലത്തൊരു ക്ലാസ്സിന് പോയപ്പോ അവിടെ വജ്ജഹത്തുവിന്റെ അർത്ഥം പഠിപ്പിച്ചു. ഒരു പ്രിയപ്പെട്ട ഉപ്പ പറയാണ് കരഞ്ഞുകൊണ്ട്, വജ്ജഹത്തുവിന്റെ അർത്ഥം ഇതായിരുന്നു എന്ന് ഇതിന് മുമ്പേ മനസ്സിലാക്കിയിരുന്ന ഒരു കാലം വന്നിരുന്നെങ്കിൽ നിസ്കാരത്തിൽ എത്രയോ സുലൈമാൻ ഉണ്ടായി. നിങ്ങൾക്ക് പറ്റണില്ലല്ലേ? നിങ്ങൾക്ക് പറ്റണം, മറ്റേ എനിക്കറിയാം, കാലകത്തി കറകരത്ത തത്തമ്മല്ലേ, അത് പറ്റണ്ട കേട്ടാ. അതൊക്കെ കഴിഞ്ഞു. അതൊക്കെ ബാക്കി പണ്ട് പാടിയ യൂട്യൂബിൽ ഇപ്പൊ കിടപ്പുണ്ട്. 2-3 മഹാന്മാരെടുത്തിട്ടുണ്ട്, അത് കണ്ടോട്ടാ. അപ്പൊ തൽക്കാലം ഒന്നും പാടുന്നില്ല. അതുകൊണ്ട് നല്ലപോലെ ഇരുന്നാലും അവസാനം മായാവിയുടെ കഥ, ജിങ്കൻ മുസ്ലിമായ കഥയൊക്കെ പറഞ്ഞുതരാട്ടാ. അപ്പൊ ഇത് നമ്മുടെ ജീവിതത്തിൽ അൽഹംദുലില്ലാഹ് അല്ലാഹു തരുന്ന വലിയ സ്ഥാനം, വലിയ കൂലി നമ്മൾ അറിയണം. വജ്ജഹത്തുവിന്റെ അർത്ഥം അറിഞ്ഞപ്പോ ആ സഹോദരൻ ഞെട്ടി. ചിലതിന്റെ അർത്ഥം അറിയുമ്പോൾ നമ്മൾ ഞെട്ടും. ബാങ്കിൽ പോയിട്ട് അത്യാവശ്യമാണ് മറ്റേ ലോൺ എടുക്കണമെന്ന് പറഞ്ഞ് കാക്കമാറ്റുകൊണ്ടെന്ന് ഫോമൊക്കെ കൊണ്ടുവന്ന് അങ്ങ് ഒപ്പിട്ട്, ഈ പേപ്പറിൽ ഒപ്പിട്ട്, ഇവിടെ ഒപ്പിട്ട്, ഇവിടെ ഒപ്പിട്ട്, അവിടെ ഒപ്പിട്ട്, അതൊന്ന് വായിച്ചു നോക്കി അപ്പൊ തന്നെ അറ്റാക്കൊന്ന് വഹിക്കും. അടവ് തെറ്റിക്കഴിഞ്ഞാൽ കഴുത്ത് ഞെരിക്കും, വീട് കൊണ്ടുപോകും, കല്ലറ എടുത്തുകൊണ്ട് പോകും, അടി തോണ്ടും എന്നൊക്കെയാണ്. ഒരു മനുഷ്യനും കൊടുക്കൂല. പക്ഷെ അത് നമുക്ക് മനസ്സിലാവൂല. അവർ വായിക്കുമ്പോൾ സമയം തരൂല. ഇംഗ്ലീഷ് അറിയാമെങ്കിൽ ഇവിടെ റിപ്പിടുന്നു, ഇവിടെ റിപ്പിടുന്നു, ഇവിടെ 2 എണ്ണം, അവിടെ 2 എണ്ണം എന്ന് പറഞ്ഞാൽ അറ്റാക്ക് തീർന്നു. അതാണ് 2 എണ്ണം. അവസാനം ഇവിടെ ഒരു 3 എണ്ണം കേട്ടോ, അത് പൊതിഞ്ഞു കൊണ്ടുപോകാം. 3 ഘട്ടല്ലേ അതാണ്. അങ്ങനെ കൊണ്ടുപോകുന്ന അവസാനത്തെ 3 എണ്ണം വിട്ട് കൊണ്ടുപോകും. ഇത് നമ്മൾ ആരും വായിക്കൂല. അതെങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ അർത്ഥം അറിഞ്ഞാൽ നമ്മുടെ നിസ്കാരത്തിൽ നമ്മളൊരു വല്ലാത്ത സുഖം കണ്ടെത്തും. നമ്മൾ ഓതുന്നത് ആയത്തുകളുടെ അർത്ഥമറിഞ്ഞത് കൊണ്ടല്ലേ ഹറമിന്റെ ഇമാമിങ്ങൾ കഴിയുന്നത്. പ്രിയപ്പെട്ട ഇമാമിങ്ങൾ, ഉസ്താദുമാര് ശബ്ദമിടറുന്നത്, നെഞ്ചുപൊട്ടുന്നത് ഖുർആനായത്തിന്റെ അത്ഭുതകരമായ അർത്ഥമറിയുന്നത് കൊണ്ടാണ്. يوم يقوم الروح والملائكة صفا لا يتكلمون إلا من أذن له الرحمن. ആയത്തോടിയപ്പോഴാണ് പ്രാവശ്യം ഈ വിനീതൻ മദീനത്ത് പോയി സുബഹിന്റെ സമയത്ത്
അവിടുത്തെ പ്രിയപ്പെട്ട ഇമാമിന്റെ കണ്ണുനീർ തടങ്ങൾ അടർന്നു വീണുപോയത്. പ്രിയപ്പെട്ടവരെ, തളർന്നു പോകും. ഓരോ ആയത്തിന്റെ അർത്ഥത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോ നമ്മൾ തളർന്നു പോകും. അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു സുബഹി വരെ കരഞ്ഞത് വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ. അതാലോചിച്ചിട്ടാണ് ഒരു അണുവളവ് തിന്മ ചെയ്താൽ അത് നിനക്ക് കാണാൻ പറ്റും, അതിന്റെ പരിണിതഫലം നീ അനുഭവിക്കും. അതാലോചിച്ചപ്പോ നെഞ്ചുപൊട്ടിപ്പോയി. എന്റെ പ്രിയപ്പെട്ടവരെ, കോട്ടുവായ വിട്ട് ചന്ദനത്തിരി കൊണ്ട് കുത്തി മെസ്സേജ് മൊബൈൽ കൊണ്ട് മടക്കി വെച്ച് കാല് നീട്ടിയിരുന്ന കഥ പറഞ്ഞ് കടലാസിനോട് കിന്നാരം പറഞ്ഞ് ഖുർആനോദി തീർക്കുന്നതല്ല, കണ്ണീര് വീഴുന്ന മുസല്ലയിൽ ഖുർആനിന്റെ ആയത്തുകൾ അങ്ങോട്ട് തിന്നു തീർക്കുക. അല്ലാഹുവേ, അതുകൊണ്ടാണ് നിങ്ങൾക്കറിയാമെങ്കിലും ഓർമ്മപ്പെടുത്തുന്നത്. അൽഹംദുലില്ലാഹ്, ഏറ്റവും അധികം അൽഹംദുലില്ലാഹ്ക്ക് കൂലി കിട്ടുന്നത് എപ്പോഴാ? പ്രതിസന്ധി ഘട്ടത്തിലാണ്. അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിന് അത്രയും രോഗവും പ്രയാസവും ബുദ്ധിമുട്ടും കൊടുത്തപ്പോ മുദ്രാവാക്യം എന്തായിരുന്നു? അൽഹംദുലില്ലാഹ്, പടച്ചവനെ നിന്നെ സ്തുതിക്കുന്നു അല്ലാഹ്. മകൻ മരിച്ചാൽ അൽഹംദുലില്ലാഹ് പറയണമെന്ന് ഞാൻ പറഞ്ഞപ്പോ ഒരു നിരീശ്വരവാദി അതിനെടുത്ത് ട്രോളിയിട്ട് പറഞ്ഞത് എന്താണെന്നറിയോ? ഔഷാദ് ബാക്കി പറയണ കേട്ടോ, അൽഹംദുലില്ലാഹ് എന്ന് പറയണം പോലും മകൻ മരിച്ചാൽ അടിക്കൂലേ അയാളുടെ കർണക്കുറ്റിക്ക് എന്നാണ്. ആ പോത്തിനോട് പറഞ്ഞതാണോ? അവരോട് പറഞ്ഞാണോ? അവർ ഇസ്ലാമിന്റെ അവിടെ ഇവിടെ പിടിച്ചിട്ട് ഒരു ഹൈത്തറിയെ തന്നെ താങ്ങാൻ പറ്റുന്നില്ല, പിന്നെ എല്ലാവരും കൂടി ഇറങ്ങിയാൽ അവരെങ്ങനെയാണ് താങ്ങുക? ആലോചിക്കും നിങ്ങൾ. മക്കൾ മരിക്കുമ്പോ, എന്റെ മകൻ മരിച്ചപ്പോ ഞാൻ പറഞ്ഞത് അൽഹംദുലില്ലാഹ്, എന്റെ ഉസ്താദിന്റെ മകൻ മരിച്ചപ്പോ ഞാൻ നോക്കി ഉസ്താദ് പറയുന്നുണ്ടോ എന്ന്. ഉറക്കെയാണ് ഉസ്താദും ഭാര്യയും പറഞ്ഞത്. അള്ളാഹു മലക്കുകളോട് ചോദിക്കുമത്രേ, എന്റെ അടിമയുടെ കരളിന്റെ കഷണത്തിന്റെ റൂഹ് ഞാൻ പിടിച്ചു. എന്താണ് അടിമ അതിന് മറുപടി പറഞ്ഞതെന്ന് ചോദിക്കും. എന്നാലും എന്നോടിത് വേണ്ടായിരുന്ന റബ്ബേ എന്നാണ് പറഞ്ഞതെങ്കിൽ ഈമാനിൽ നിന്ന് പുറത്തൊന്നും പോയി നരകത്തിലിടൊന്നുമില്ല അള്ളാഹു. പക്ഷെ അവിടെ നമ്മുടെ ദർജ കുറയാണ്. ആ ഒരു പവർ എല്ലാവരും അനുഭവിച്ചതല്ലേ. ഇത് ആസാബമിങ്കും മുസീബത്തുൻ ഫലിയദുഖുറു മുസീബത്തി. നിങ്ങൾക്കൊരു മുസീബത്ത് വന്നാൽ എന്റെ ബുദ്ധിമുട്ടുകളെ നിങ്ങൾ ഓർക്കണം എന്ന് കാരുണ്യത്തിന്റെ തിരുദൂതർ നബി മുഹമ്മദ് മുസ്തഫ. സഹനത്തിൻ പർവ്വതമായെന്ന് കെട്ടിയ വയറ്റിലെ കല്ലെങ്കിൽ നബിയെ സർവരും കല്ലേറിഞ്ഞങ്ങ് കിടന്നൂരു പോയി പിന്മണ്ണെങ്കിൽ. സുബ്ഹാനല്ലാഹ്. പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, നിങ്ങൾക്കൊരു പ്രയാസം വന്നാൽ എന്റെ ഉമ്മത്തെ, എന്റെ ബുദ്ധിമുട്ടിനെ നിങ്ങൾ ഓർക്കണം. ഉപ്പയില്ലാതെ ജനിച്ചു, ചെറിയ പ്രായത്തിൽ ഉമ്മ മരണപ്പെട്ടു, കല്ലേറ്, ആക്ഷേപം, ഭ്രാന്തൻ. അതുവരെ നാട്ടിലെല്ലാം അംഗീകാരമുള്ളവനായിരുന്നു. വിവാഹം കഴിഞ്ഞപ്പോ മക്കൾ മരണപ്പെടുന്നു. വാനറ്റ് പോയവൻ, കലമറയില്ലാത്തവൻ കളിയാക്കി പരിഗണിച്ചു, കൂക്കി വിളിച്ചു. ഒരുമ്മ മകനെ താരാട്ടുന്ന പോലെ ജിബ്രീൽ ഇറങ്ങി വന്നു, നബിയേ സങ്കടപ്പെടരുത് നബിയേ, അല്ലാഹു കൂട്ടിനുണ്ട് നബിയേ. വേദനിക്കുന്നവർ ഏറ്റവും കൂടുതൽ പാരായണം ചെയ്യേണ്ട സൂറത്താണ് സൂറത്തുൽ ളുഹാ. ഏറ്റവും വേദനയുള്ളവർ ഏറ്റവും കൂടുതൽ ഓതേണ്ട സൂറത്ത് സൂറത്തുൽ ളുഹായാണ്. 1000 ഉമ്മ മുത്തം തരുന്ന സുഖമാണ് സൂറത്തുൽ ളുഹയ്ക്കുള്ളത്. അപ്പോ ഈ വിഷമങ്ങൾ, വേദനകൾ, പ്രയാസങ്ങൾ വരുമ്പോഴാണ് അൽഹംദുലില്ലാഹയുടെ ശക്തി കൂടുന്നത്. മലക്കുകൾ പറയും, ആ മനുഷ്യൻ പറഞ്ഞത് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞിട്ട് പിന്നീട് പല പ്രാവശ്യം പറഞ്ഞു, അൽഹംദുലില്ലാഹ്, നീ തന്നതല്ലേ മോൻ, അൽഹംദുലില്ലാഹ്. 10 വയസ്സ് വരെ വളർത്തി അല്ലാഹ്, 10 വയസ്സ് വരെ വളർത്തി, അൽഹംദുലില്ലാഹ്. ഒരു ഷഹീദായ മോനെ, ഒരു സ്വർഗത്തിൽ പോണ മോനെ അല്ലേ നീ എനിക്ക് തന്നത് നോക്കാൻ, അൽഹംദുലില്ലാഹ്, ഞാൻ നോക്കി. ഈ അൽഹംദുലില്ലാഹ് പറയും തോറും വബ്നൂ ലഹു ബൈതൻ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ അവർക്കൊരു വീട് നിങ്ങൾ വെച്ചു കൊടുക്കൂ. വസമ്മുഹാ ബൈത്തുൽ ഹംദ്, അതിനെ സ്തുതിയുടെ വീട്, ബൈത്തുൽ ഹംദ് എന്ന് പേരിടുക. അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അല്ലാഹ് മലക്കുകളോട് പറയും, ആ വീടിന് ബൈത്തുൽ ഹംദ് എന്ന് പേരിടുക. അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നവർക്ക് കിട്ടുന്ന കൂലിയാണ്.
നമ്മൾ എത്ര അൽഹംദുലില്ലാ പറയണം. നിങ്ങൾ RCCയിൽ പോയിട്ടുണ്ടോ? RCCയിൽ പോയിട്ടുള്ളവരിന്ന് കൈവക്കി. സാധാരണ ഉസ്താദുമാര് മക്കത്തും മദീനത്തും പോയൊരു കൈവക്കാനാ പറയാം. ഞാൻ RCC പോയൊരു കൈവക്കാനാ പറയാം. നിങ്ങളുടെ സ്വന്തം ചികിത്സയ്ക്കല്ലെങ്കിലും ഞാൻ പറയുന്നത് വർഷത്തിൽ ഒരു ദിവസം ഇതുപോലെ ക്യാൻസർ രോഗികളൊക്കെ കിടക്കുന്ന സ്ഥലം വെറുതെ ഒന്ന് പോയി കണ്ടേക്കണം. നിങ്ങൾ ആരും ഇവിടെ കിടക്കണ്ട. എല്ലാ ടൂറിനും പോയല്ലോ ഭാര്യ മക്കളെയും കൊണ്ട് ഒക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് വരുന്നതിന് മുമ്പ് കഴിഞ്ഞ പെരുന്നാൾ എങ്ങനെയായിരുന്നു? എല്ലാ ടൂറും പോയി തിരുവനന്തപുരത്ത് കോഴിക്കോട് നിന്ന് വന്നൊരു ഫാമിലി ലാസ്റ്റ് പോകാൻ നേരത്തെ സ്നേഹസാഹചര്യത്തിൽ വന്നു. ഭാര്യ ഭർത്താവിനോട് നാട്ടിൽ പോയിട്ട് പറഞ്ഞതാ, യാത്രയുടെ എല്ലാ സന്തോഷവും തീർത്തു കളഞ്ഞു സ്നേഹസാഗര. നല്ലൊരു മോളുണ്ടായിരുന്നു അവർക്ക്. ആ മോള് ട്രെയിനിൽ തിരിച്ചു കോഴിക്കോട് എത്തുന്നവരെ കരച്ചിലായിരുന്നു. വിറകുകൊള്ളി പോലെ ചുരുണ്ടുകൂടി കിടക്കുന്ന ഉമ്മമാരെ കണ്ടിട്ട്. രോഗികൾ കിടക്കുന്ന സ്ഥലം സന്ദർശിക്കണം. RCC പോകണം. RCCയിൽ പോകണം. എന്റെ ഉസ്താദിന്റെ മകൻ അസുഖം വന്ന് ഉസ്താദ് അവിടെ ചികിത്സയ്ക്ക് പോകുമ്പോ എപ്പോഴും എന്നോട് പറയലുണ്ട്, കണ്ടു നിൽക്കാൻ പറ്റൂല, കുട്ടികളുടെ വാർഡിൽ കയറി ഇറങ്ങാൻ പറ്റൂല, മനുഷ്യന്റെ ഹൃദയം ഉരുകിപ്പോവും. നമ്മൾ അറിയാതെ നമുക്ക് തന്ന ഓരോ അവയവത്തിന് വേണ്ടിയും 1 കോടി അൽഹംദുലില്ലാ ചൊല്ലിപ്പോവും. നമ്മളറിയില്ല. നിലമ്പൂരുള്ള ഒരു മോള് വാപ്പാനോട് പറഞ്ഞത്, അരക്ക് താഴേക്ക് മുറിച്ചു കളയാൻ ഡോക്ടറോട് പറയൂ, അരക്ക് താഴേക്ക് മുറിച്ചു കളയാൻ ഡോക്ടറോട് പറയൂ എന്നാണ്. അത്ര വേദനയാണ്. ക്യാൻസറിന്റെ വേദന ചെറുതല്ല. അരക്ക് താഴേക്ക് മുറിച്ചു കളയാൻ ഡോക്ടറോട് പറയോ, വേദന താങ്ങാൻ പറ്റുന്നില്ല എന്നാണ്. അപ്പൊ നമ്മൾ എത്ര അൽഹംദുലില്ലാ പറയണം. കൈയില്ലാത്തവര്, കാലില്ലാത്തവര് എത്ര അൽഹംദുലില്ലാ നമ്മൾ പറയണം. അല്ലാഹു നമുക്ക് തന്ന നിഅമത്ത് എത്ര ഭംഗി. നമ്മുടെ കുടുംബം, നമ്മുടെ വീട് ഇതുവരെ ഒരു പ്രയാസവും തരാതെ അല്ലാഹു കൊണ്ടുവന്നില്ലേ. ചെറിയ സങ്കടം തരുമ്പോ നിസ്കാരം കള്ളാക്കുന്ന നമ്മൾ എത്ര നന്ദി കെട്ടവരാണ്. എത്ര അല്ലാഹുവിനോട് നമ്മൾ ധിക്കാരം കാണിക്കുന്നവരാണ്. സഹോദരിമാരെ, തലവേദനയാണ്, സുബഹിക്ക് എഴുന്നേൽക്കുന്നില്ല അല്ലേ, ചെറിയ ക്ഷീണമാണ്, ളുഹർ അസറിന്റെ കൂടെ ആക്കി. എങ്ങനെ സിമ്പിളായിട്ട് പറയാൻ നമുക്ക് പറ്റുന്നുണ്ട്? അല്ലാഹുവേ അൽഹംദുലില്ലാ പറഞ്ഞുകൊണ്ട് എഴുന്നേൽക്കട്ടെ, അൽഹംദുലില്ലാ പറഞ്ഞുകൊണ്ട് ഉസാറാവട്ടെ, അൽഹംദുലില്ലാ പറഞ്ഞുകൊണ്ട് അല്ലാഹുവിനെ റാഹത്താക്കട്ടെ. അല്ലാഹുവിന്റെ ഇഷ്ടം കൂടുന്ന ദിക്റാണ് അൽഹംദുലില്ലാ. അല്ലാഹുവിന് നിങ്ങളോടുള്ള ഇഷ്ടം കൂടുന്ന ദിക്റാണ്. അയ്യൂബ് നബി അത് ഒരുപാട് പറഞ്ഞപ്പോ നിഅമൽ അബ്ദു, എന്റെ അടിമ എത്രയോ നന്നായിരിക്കുന്നു എന്ന് അല്ലാഹു ഖുർആനിലൂടെ പറഞ്ഞു. എന്റെ അടിമ എത്രയോ നന്നായവനാണ്, എത്രയോ സ്ഥാനമുള്ളവനാണ് എന്നല്ലാഹു തന്നെ പറഞ്ഞല്ലോ. അയ്യൂബ് നബി അലൈഹിസ്സലാമിനെ കുറിച്ച് ഓരോ വേദന കൊടുക്കുമ്പോഴും അൽഹംദുലില്ലാ, ഓരോ അസുഖം കൊടുക്കുമ്പോഴും അൽഹംദുലില്ലാ. എന്റെ റബ്ബ് കാരുണ്യവാനാണ്. ഇടത്തരക്കാരെ 99 കാരുണ്യമുള്ളതിന്റെ സൃഷ്ടാവായ റബ്ബിന്റെ മടിത്തട്ടിലാണ്. ആ കാരുണ്യവാൻ നിങ്ങൾ വേദനിച്ചിട്ടും അൽഹംദുലില്ലാ പറയുമ്പോ, നിങ്ങൾക്ക് മരണം നടന്നിട്ടും അൽഹംദുലില്ലാ പറയുമ്പോ, നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വന്നിട്ടും അൽഹംദുലില്ലാ പറയുമ്പോ, ആ കാരുണ്യത്തിന്റെ വാറ് പൊട്ടി നിങ്ങളുടെ തലയ്ക്ക് വീഴേക്ക് വീഴും മക്കളെ. അല്ലാഹുവിന്റെ കാരുണ്യം കൊണ്ടവർ നിങ്ങളെ പൊതിയും. പ്രിയപ്പെട്ടവരെ, കൊല്ലം ജില്ലയിലുണ്ട് ഒരു പ്രസവിച്ച 4 മക്കളും മരിച്ചുപോയത്. ആ 4 മക്കളും 2 വയസ്സ് 2.5 വയസ്സ് വരെ ജീവിച്ചിരുന്നിട്ടുള്ളൂ. ആ ഉമ്മ ഇന്ന് കോടിക്കണക്കിന് ഹംദ് പറഞ്ഞു തീർത്തിട്ടുണ്ട്. ഓടിക്കളിക്കുന്ന മക്കളെ തന്ന ഇടത്തറയിലെ ഉമ്മ, നിന്നെ പോലെ ചുണ്ടുള്ള മൂക്കുള്ള മോളെ തന്ന ഇടത്തറയിലെ ഉമ്മ, അൽഹംദുലില്ലാ പറഞ്ഞു. നിന്റെ കുഞ്ഞിന് പകരം അൽഹംദുലില്ലാ പറഞ്ഞു. അല്ലാഹു നിനക്ക് തന്ന എല്ലാ നിഅമത്തുകളും കെട്ടിക്കിടക്കുകയല്ലേ. അൽഹംദുലില്ലാ പറഞ്ഞു. ഹൃദയം തുറന്നു പറഞ്ഞോ നമ്മൾ. എന്റെ പ്രിയപ്പെട്ടവരെ പറയണം, എണ്ണി 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 പറയണം. ഓരോന്നിനും വകതിരിച്ച് ചൊല്ലിത്തീർക്കണം. കണ്ണിന്, കാതിന്, കൽബിന് ചിന്ത തന്നതിന്, നല്ല സ്വലിഹത്തായ ഭാര്യ തന്നതിന്. അതൊന്നും ചിലപ്പോ നിങ്ങൾ ചൊല്ലൂലായിരിക്കും, ഭാര്യ സ്വലിഹത്തല്ലാത്തോണ്ട്. പക്ഷെ ചൊല്ലി നോക്കിയാൽ ചിലപ്പോ സ്വലിഹത്താവും. അള്ളാഹ്ക്ക് എളുപ്പമല്ലേ ആക്കാൻ. ഇത്രയും പഠിച്ച ഒരാളെ ഇപ്പുറത്തെ നിരീശ്വരത്തിലേക്ക് ചാടിക്കാൻ അള്ളാഹ്ക്കറിയാം. ഒന്നും അറിയാത്ത ഒരുത്തനെ ഏറ്റവും നല്ല ഇൽമിന്റെ വഴി കൊണ്ടുവരാൻ അള്ളാഹ്ക്ക് പറ്റും. യജമാനായ റബ്ബിന് കഴിയും. സോലിഹത്തല്ല ഭാര്യ. നിങ്ങൾ പറയാം അൽഹംദുലില്ലാ, ഒരു പൊട്ടി പെണ്ണിനാണ് കിട്ടിയതല്ല, അവളൊന്ന് സോലിഹത്താക്കിയിട്ട അല്ലാ, അൽഹംദുലില്ലാ ഞാൻ പൊരുത്തപ്പെട്ടോളാം, അതിനും കിട്ടും കൂലി. ഭാര്യ ഇന്ന് ഏകദേശം ഭാര്യമാരൊക്കെ നന്നാണ്, സഹോദരിമാരൊക്കെ ഭർത്താക്കന്മാരാണ് പ്രശ്നം. ഭാര്യമാരെ 10 വിരലിലും തസ്ബീഹ. ഇതിന് 3:30-ക്കുള്ള മജ്‌ലിസ്, ഇതിന് 4:30-ക്കുള്ള മജ്‌ലിസ്,
ഇതിൽ 7:30ക്കുള്ള മജ്‌ലിസ് അങ്ങനെ ചൊല്ലിത്തീർക്കാണ്. പക്ഷെ ഒരു കാര്യം, ഒറ്റ ഹദീസ് നിങ്ങൾ പഠിച്ചോ. ഏത് മജ്‌ലിസിലായിരുന്നോ, ഏത് ചാനലാ കണ്ടോ, ഒരു ഹദീസ് നിങ്ങൾ പഠിച്ചോ. ഇതിങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നിട്ട് ഒരു സുഖം കിട്ടുന്നുണ്ടോ? ദിക്റിന്റെ ഒരു സുഖം കിട്ടുന്നുണ്ടോ? എന്താ കിട്ടാത്തെന്നറിയാം. ലാ യജിദു ഇംറഅത്തുൻ ഹലാവത്തൽ ഈമാനി ഹത്താ തുഅദ്ദി ഹഖ്ഖ സൗജിഹാ. ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഭർത്താവിന്റെ കടമ നിർവഹിക്കാത്ത ഒരു പെണ്ണ് കോടിക്കണക്കിന് ദിക്ർ ചൊല്ലിയാലും അതിന്റെ ഒരു സുഖം, ദിക്റിന്റെ ഒരു ആത്മീയ സുഖം അവൾക്ക് കിട്ടൂല. അവളിങ്ങനെ സുബ്ഹാനല്ലാഹ് 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 സുബ്ഹാനല്ലാഹ്. അപ്പൊ ഭാര്യ വിളിക്കേടി ഇങ്ങോട്ടൊന്ന് വന്നേ, ആടെ കിടക്കണം, അതാ എനിക്ക് ചൊല്ലി തീർക്കട്ടെ, 3 കൂടിയേ ഉള്ളൂ. ആർക്കാ ചൊല്ലി തീർക്ക? ആർക്ക് വേണ്ടി ചൊല്ലി തീർക്ക? തസ്ബീഹ് അവിടെ വെച്ചിട്ട് ഓടി ചെല്ലാൻ എന്ത് വെച്ചിക്ക? എന്തേ വിളിച്ചത്? 1000 തസ്ബീഹിന്റെ കൂലി അപ്പൊ തന്നെ കിട്ടൂലേ? ഇതെന്താ നമ്മൾ മനസ്സിലാക്കാത്തത്? നമ്മൾ ആലോചിക്കണം. ഇതൊരു പൊരുത്തമാണ് കുടുംബജീവിതം. തിരിച്ച് ഭർത്താവും അങ്ങനെ തന്നെ. ഭർത്താവിന് എന്തും ചെയ്യാം, ഭർത്താവിന് എന്തും കാട്ടാം, അവളിങ്ങനെ അടിമയെ പോലെ നിൽക്കണം എന്നൊന്നും ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. അതൊക്കെ ആരോ വെറുതെ പറഞ്ഞു വെച്ചിരിക്കുന്ന കോമാളിത്തരങ്ങളാണ്. അതൊക്കെ നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങളാണ്. അതൊന്നും അടിസ്ഥാന തത്വത്തിൽ അതൊന്നുമില്ല. പെണ്ണിനെ ബഹുമാനിക്കണം കുടുംബജീവിതത്തിൽ എന്ന് പഠിപ്പിച്ച മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ബഹുമാനിക്കാൻ, സ്നേഹിക്കാൻ മാത്രമല്ല, ബഹുമാനിക്കാൻ, ആദരവോടെ സംസാരിക്കാൻ. നീ ഭക്ഷണം കഴിച്ചോ, നീ ഭക്ഷണം കഴിച്ചോ, അങ്ങനല്ല. ചായ കുടിച്ചോ, നീ കുടിച്ചോടി, അങ്ങനല്ല. ബഹുമാനം കാണിക്കണമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ത് രസാണ് സ്വർഗത്തിൽ ആർക്കും കൊടുക്കാത്ത ഒരിടം. ആട്ടുതൊട്ടിലാണ്, ആടുന്ന കട്ടിലാണ്. അള്ളാന്റെ പൊരുത്തമുള്ള ഇണകൾക്കിരിക്കാൻ എന്താ ഇനി ഇതിൽ കൂടുതൽ വേണ്ടത്? അതുകൊണ്ട് നിങ്ങൾ ആലോചിച്ചൊക്കെ, രണ്ടുപേരും ദിക്റും സ്വലാത്തൊക്കെയുള്ള സ്നേഹമുള്ള കുടുംബമാണെങ്കിൽ, ഭർത്താവ് പള്ളിയിൽ നിന്ന് സുബഹിയൊക്കെ നിസ്കരിച്ച് ദിക്റൊക്കെ ചൊല്ലി മജ്‌ലിസൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഭാര്യ നിസ്കരിക്കുന്ന റൂമിൽ തന്നെ ഇരിക്കാൻ. ആ സമയത്ത് ഒരു മക്കളെ സ്കൂളിൽ വിടേണ്ട, വെളുപ്പിന് 4 മണിക്ക് സ്കൂളാണ്. അപ്പൊ അവിടെ ഭാര്യ നിസ്കരിച്ചിട്ട് അവിടെ ഇരിക്കുന്നു. അപ്പൊ ഭർത്താവ് സലാം പറഞ്ഞകത്ത് കയറി ഭാര്യയുടെ അടുത്തുനിന്ന് ചെന്നു. ഭാര്യയുടെ മടിയിലൊന്ന് തലവെച്ചിട്ട് കാലങ്ങോട്ട് നീട്ടിവെച്ചു. ഒന്നും പറയണില്ല, അങ്ങനെ കിടക്കാം. അപ്പൊ ഭാര്യ സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്, നീയോ അങ്ങനെ കിടന്നിട്ട് സലാത്തൊക്കെ ചെല്ലുള്ളൂ. പടച്ചവനെ, ഇതാണ് റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാത്തിനാ ഖുറത അയ്യുൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമ. ഫലായുസ്താൻ എത്ര മക്കളുണ്ട്? 3 പേര്. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. എത്ര ഭാര്യയുണ്ട്? ഒരാള്. അല്ല, ചോദിക്കണം, വേറൊന്നുമല്ല, അങ്ങനെ ചോദിച്ചതാ. നിങ്ങൾ ഇങ്ങനെ വെറുതെ ഉറങ്ങിയിരിക്കണ്ടല്ലോ വിചാരിച്ചിട്ട്. അപ്പൊ നിങ്ങൾ ഇമാമിനെ കുറിച്ച് പറയുമ്പോൾ ഭയങ്കര ആവേശമല്ല. ചില സ്ഥലത്ത് അങ്ങനെയാണ്. ചില ആളുകൾക്ക് ഇമാമിനെതിരെ കേൾക്കണത് ഭയങ്കര രസമാണ്, ചില ആളുകൾക്ക് കമ്മിറ്റിക്കെതിരെ കേൾക്കണത് ഭയങ്കര ഇഷ്ടമാണ്. ഒരു ഇമാം ഒന്ന് കമ്മിറ്റിക്കെതിരെ പ്രസംഗിച്ചാൽ കാത്തിരിക്കും ഇമാം ഇറങ്ങി വരുന്നതും കാത്തു. അത് ചില ആള്. പക്ഷെ ഇവിടത്തെ കമ്മിറ്റിക്കാർക്ക് അങ്ങനെ സ്വഭാവമില്ല. ഇവിടത്തെ കമ്മിറ്റിക്കാര്, ഇവിടത്തെ നാട്ടുകാര്. ഞാനവരോട് ഭക്ഷണത്തിന്റെ കാര്യമൊക്കെ ചോദിച്ചു. എടത്തറയിൽ ഉസ്താദ് അതിനെക്കുറിച്ച് ചോദിക്കേണ്ട കാര്യം തന്നെ ഇല്ലാന്നാ പറയാം. ഞാൻ സാധാരണ രാത്രി എങ്ങനെ ഭക്ഷണം കഴിക്കൂല. സംഘാടകരോട് രാത്രി ഫുഡ് വേണ്ടെന്ന് അങ്ങോട്ട് വിളിച്ചു പറയും. പക്ഷെ ഇന്ന് വിളിച്ചു പറയാൻ മറന്നുപോയി. പകരം നല്ല തിരക്കായിരുന്നു. തൻസീറും മറന്നുപോയി. അപ്പൊ ഇവിടെ വന്നപ്പോ ഹക്കീം സാഹിബിന്റെ വീട്ടില് ഒരാഡംബരമില്ലാതെ നല്ല രുചികരമായ ബറക്കത്തുള്ള കുഞ്ഞു ഭക്ഷണം. എന്തോ ഒരു സന്തോഷമായി കണ്ടപ്പോ. മറ്റതിങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രം കുറെ ഫുഡ്, തണ്ണിമത്തം അങ്ങനെ അരിഞ്ഞ്, പൈനാപ്പിൾ ഇങ്ങനെ അരിഞ്ഞ്, അല്ലേ, ഓറഞ്ച് എഴുന്നേറ്റ് ഡാൻസ് കളിച്ച് അങ്ങനെയൊക്കെ പാത്രത്തിൽ വെച്ചിട്ട് ഒരു സെൽഫി, ചിക്കൻ പിടിക്കൂ അവന്റെ ഇൻസ്റ്റാഗ്രാമിലിടാനാണ്. അപ്പൊ ഇതൊന്നും ഇല്ലാതെ എന്തോ ഒരു ശാന്തസുന്ദരമായ ഒരു കുഞ്ഞു വീട്. ആദ്യം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയപ്പോ എനിക്ക് ഫലാഹിയുടെ തന്നെ ദേഷ്യം, അള്ളാഹു ഇത് എവിടെയാണ് കൊണ്ടുവച്ചിരിക്കാൻ പറഞ്ഞു. പക്ഷെ അവിടെ ചെന്നോടുകൂടി അത് മൊത്തം മാറുകയാണ്. നിറം മാറി, രൂപം മാറി, ഭാവം മാറി. അള്ളാഹു ഇങ്ങനെയുള്ള ബറക്കത്ത് നാടിന് തന്നത് ഒരിക്കലും തിരിച്ചെടുക്കാതെ അള്ളാഹു നിലനിർത്തട്ടെ. നിങ്ങളെ ആലിമ്യങ്ങളെ സ്നേഹിക്കുക, അവർക്ക് ഭക്ഷണം കൊടുക്കുക. നിങ്ങളുടെ നാടിന്റെ മദ്രസയും ദറസും കോളേജും പള്ളിയും ഒക്കെ നിങ്ങൾ വളർത്തി പറ്റുന്നിടത്തോളം സേവനം ചെയ്യും. അള്ളാഹു നിങ്ങളെ കൈവടിയൂല. 3 കഷ്ണം തുണിയിൽ കൊണ്ടുവച്ച് 6 മണ്ണിന്റെ അകത്ത് ഞങ്ങളെ ഇറക്കി വെക്കുമ്പോ അതിൽ നിന്നൊരു പ്രത്യേക ഒരു സുഖം, ഒരു ആത്മീയ അനുഭൂതി നമ്മുടെ കബറിന്റെ അകത്ത് കിട്ടും. അത് നുകരാനും അത് ആസ്വദിക്കാനും അള്ളാഹു തൗഫീഖ് തരട്ടെ. ആമീൻ. ബക്കറ്റൊക്കെ ഇല്ലേ? ബക്കറ്റ് എടുത്തു വെച്ചിരുന്നായി പറയാം. 15 മിനിറ്റോടെ കഴിയുമ്പോ ബക്കറ്റ് കേട്ടോ. പെട്ടെന്ന് കേട്ടോളൂ. അപ്പൊ രണ്ടാമത്തെ അൽഹംദുലില്ലാ. രണ്ടാമത്തെ അൽഹംദുലില്ലാ ആകുമ്പോ സ്വാഭാവികമായിട്ട് മൂന്നാമത്തെ എന്താവും? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹ്
മൂന്നാമത്തത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് പറഞ്ഞതുകൊണ്ടാണ് സുമയ്യ റളിയല്ലാഹു തആല അൻഹയെ 2 ഒട്ടകത്തിന്റെ മുകളിൽ 2 കാല് വലിച്ചു കെട്ടിയിട്ട് ഒട്ടകത്തെ 2 ഭാഗത്തേക്ക് പറഞ്ഞു വിടുമ്പോ സുമയ്യ റളിയല്ലാഹു അൻഹ 2 കഷണമായി നിലത്ത് വീണുപോയി. 2 കഷണമായി നിലത്ത് വീണുപോയി. അവസാനവും പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലൈസ അലാ അഹ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ് വജൽ മൗത്ത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നവനും മരണത്തിന്റെ വേദനയില്ല. ലൈസ അലാ അഹ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ് അത്ശിൽ മൗത്ത്. മരണത്തിന്റെ ദാഹമില്ല. മരണത്തിന് ദാഹമാണ്. മരണത്തിന്റെ ദാഹം കൂടാനുള്ള കാരണം എന്താ? പേടിക്കുന്ന സ്വപ്നം കണ്ടാൽ നമ്മൾ ഞെട്ടി ഉണർന്നുകൊണ്ട് എന്താ ചെയ്യാ? ഞെട്ടി ഉണർന്നു എന്താ ചെയ്യാ? അല്ല മീന ചുട്ടു. പേടിക്കുന്ന സ്വപ്നം കണ്ടാൽ നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യാ? എന്താ ചെയ്യാ? ഇവിടെ പറയാ കളർ തൊപ്പി പറഞ്ഞോ കുഴപ്പമില്ല, ഒന്നും ചെയ്യുന്നില്ല പറഞ്ഞോ. പേടിക്കുന്ന സ്വപ്നം, കുഴിയിൽ വീണ സ്വപ്നം, ഉപ്പാപ്പ പാമ്പിന്റെ തലയിൽ വെച്ചുകൊണ്ട് ഒന്ന് കൊത്തി കണ്ട് പേടിച്ചു. എന്താ ചെയ്യാ? മൂത്രം ഒഴിക്കോ? അത് രാവിലെ കഴിയാതെ ഇവിടെ പേടിക്കുന്ന സ്വപ്നം കണ്ടാൽ നമ്മൾ ഞെട്ടി ഉടനെ വൈഫോ എന്ത് പറ്റിക്കാ? എന്ത് പറ്റി? വെള്ളം ഞാൻ ഹലോ എത്തി വെള്ളം ഞാൻ പഠിച്ചേനെ. ഹലോ എന്ത് പറ്റി? നമ്മളെ പള്ളിയിൽ പള്ളി നിസ്കരിക്കാൻ വിളിക്കാൻ വേണ്ടി പറഞ്ഞു. അത് ചില അതൊക്കെ പേടിയാ. ഹത്തീബ് നിസ്കരിക്കാൻ വിളിക്കും, അതൊക്കെ പേടിയാ. കുടുംബജീവിതമൊക്കെ പറഞ്ഞങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. ആദ്യ രാത്രി പ്രസവം, കുഞ്ഞിന് പേരിടുന്നത്, നിസ്കാരത്തിന്റെ കാര്യം പറയുമ്പോൾ പേടിയാ ചില ആള്. അപ്പൊ ഇത് പേടിക്കുന്ന സ്വപ്നം കണ്ടാൽ ആദ്യം വെള്ളം ചോദിക്കൂലേ? ഒരു ദുനിയാവിന്റെ മുഴുവനും വെള്ളം കുടിച്ചു തീർത്താലും ദാഹം തീരൂല. അതാണ് മരണത്തിന്റെ ദാഹം. അല്ലാഹുവേ, ആ സമയത്ത് സംസം കുടിച്ച് തൊണ്ടയുടെ എല്ലാ ദാഹവും തീർന്ന് ചരിത പറഞ്ഞു പുന്നാര ഹബീബിനെ കണ്ടു മരിക്കാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഭാഗ്യം നൽകണേ പടച്ചോനെ. ഈ മജ്ലിസിന്റെ ബർക്കത്തുണ്ട്, ഭാഗ്യം നൽകണേ അല്ലാഹ്. ഇവിടെ ഇരിക്കുന്ന സ്വാലിഹീങ്ങളുടെ ബർക്കത്തുണ്ട്, ഭാഗ്യം നൽകണേ അല്ലാഹ്. ഇവിടെ ഇരിക്കുന്ന ആലിമീങ്ങളുടെ ബർക്കത്തുണ്ട്, ഭാഗ്യം നൽകണേ അല്ലാഹ്. ഇവിടെ ഇരിക്കുന്ന കുഞ്ഞു മക്കളായ നിഷ്കളങ്കരായ മക്കളുടെ ബർക്കത്തുണ്ട്, ഭാഗ്യം നൽകണേ റബ്ബേ. പറയാൻ പറ്റൂല. സ്വീകരിച്ച് കയറ്റിവിട്ടാ രക്ഷപ്പെട്ടില്ലേ? അൽഹംദുലില്ലാഹ്. അതാണ് ഞാൻ അങ്ങനെ ദുആ ചെയ്യണത്. ആരെ വർക്കത്തിലാണ് ആരെ കൊണ്ടാണെന്ന് പറയാൻ പറ്റൂല. കുഞ്ഞുമക്കളെ വർക്കത്തെന്നൊക്കെ പറഞ്ഞാൽ അള്ളാഹ്ക്ക് തട്ടാൻ പറ്റൂല. നിഷ്കളങ്കരല്ലേ, സാധുക്കളല്ലേ. അള്ളാഹു കബൂലാക്കട്ടെ. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് കരിങ്കല്ലുകൾക്കിടയിലൂടെ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ വലിച്ചെടുത്തു കൊണ്ടുപോകുമ്പോൾ മുഴങ്ങി കേട്ടിരുന്ന ശബ്ദമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഫലസ്തീന്റെയും ഗസയുടെയും ലാ ഇലാഹ ഇല്ലല്ലാഹയെ പുച്ഛിച്ച് തള്ളിയവർ ജീവനും കൊണ്ട് കിട്ടിയ തുണിയും കൊണ്ട് ഓടുന്ന കാണുമ്പോ എനിക്ക് ചിരി വരുന്നില്ല. പലരും പറയുന്നു അത് പലസ്തീനെ കളിയാക്കിയതുകൊണ്ട്, ഗസയെ പരിഹരിച്ചതുകൊണ്ട്, അവിടെ വെടിനിർത്തരുത്, അവിടെ രക്തം തെറിക്കട്ടെ, അവിടെ നിയമനം മുടങ്ങട്ടെ എന്ന് പറഞ്ഞവർക്ക് അള്ള കൊടുത്ത പണിയാണെന്ന് പറയുമ്പോഴും ഞാനത് പറയുന്നില്ല. ഞാൻ പറയുന്നു നമുക്കിടയിൽ അതിനേക്കാൾ ദുഷ്ടന്മാരായ സ്വഭാവമുള്ളവർ ജീവിക്കുന്നുണ്ട്. ആ നമുക്കുള്ള പാഠമാണത്. എല്ലാ സാങ്കേതിക വിദ്യകളും എല്ലാ കണ്ടുപിടുത്തങ്ങളുമുള്ള അമേരിക്കയും ലോസ് ആഞ്ചലസും എന്ന് പറയുന്ന പ്രദേശവുമൊക്കെ നിന്ന് കത്തുമ്പോ അവർക്ക് തീകെടുത്താൻ കഴിയാതെ നെട്ടോട്ടമോടുമ്പോ അള്ളാഹുവിന് അതൊന്നും ഒരു വിഷയമല്ലാന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ഉള്ളിൽ ചില അഹങ്കാരികളുണ്ട്. ഞാനാണ് ഇടത്തറയിലെ എല്ലാം, ഞാനില്ലെങ്കിൽ പള്ളിയില്ല, ഞാനില്ലെങ്കിൽ വാതില്ല, ഞാനില്ലെങ്കിൽ നാട് തന്നെയില്ല എന്നൊക്കെ ചിന്തിക്കുന്ന ചില ആളുകളുണ്ടല്ലോ. ഒന്നുമല്ലടോ നീ, ഒന്നുമല്ല, നിനക്ക് തോന്നലാണ് നീ എന്തുവാണെന്ന്. നിന്റെ കുടുംബത്തിന് പോലും നീ വട്ടപ്പൂജ, പിന്നല്ല അള്ളാഹ്ക്ക് നീ ആരുമല്ല. ഒരു സെക്കൻഡ് വേണ്ട നിന്റെ പടച്ചോന് നിന്നെ തവിട് പൊടിയാക്കാൻ. അതൊരു പാഠമാണ്. അവർക്ക് പാഠമുണ്ടോ അവർ പഠിക്കട്ടെ, അതല്ല വിഷയം. നമുക്ക് ഓരോന്നിലും പാഠമുണ്ട്. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയണം. ഒരു മടിയും വിചാരിക്കരുത്. എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് ചിന്തിച്ച് പ്രയാസപ്പെടരുത്. ലോകത്തെന്ത് സംഭവിച്ചാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് നെഞ്ചിലേക്ക് ചേർത്ത് വെക്കാൻ നമുക്ക് കഴിയണം. ഇന്ന് മുസൽമാനെതിരെ പിരിയുന്ന ശബ്ദങ്ങൾ തടയാൻ ആളുകൾ വരാത്തത് ചേരിതിരിവിന്റെ ഭീകരതയുടെ പേര് പറഞ്ഞ് ആ മുസ്ലിമിനെ ഒറ്റപ്പെടുത്താൻ എല്ലാവരും രൂഢമായ ശ്രമം നടത്തുമ്പോ നെയ്യാറ്റിൻകരയില്
സമാധി ഇരിക്കുന്ന സമാധിയായി പോയ ഗോപിസ്വാമി എന്ന് പറയുന്ന ആ ഒരു സഹോദരന്റെ പേരിൽ പോലും അവിടെ വലിച്ചെടുക്കുന്നത് മുസ്ലിങ്ങളെയാണ്. എന്തൊരു എളുപ്പമാണ് അങ്ങനെ പറഞ്ഞാൽ, എന്തൊരു എളുപ്പമാണ് അത് പറഞ്ഞാൽ. എല്ലാ വിഷയവും മാറി. പിന്നെ ചർച്ച 9:30 മണിക്ക് രാത്രി എന്തുകൊണ്ട് മുസ്ലിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നു, അതാണ്. അത് പറയാൻ കുറെ വാലും തുമ്പില്ലാത്ത ഒരെണ്ണം വന്നിരുന്ന് സംസാരിക്കും. പച്ചക്കൊരുത്തം പറഞ്ഞില്ലേ എല്ലാവരും പാകിസ്ഥാനിൽ പോകണമെന്ന്. ആരാണ് എതിർക്കുന്നത്? ആരാണ് ചോദിക്കുന്നത്? ആരാണ് ചോദ്യം ചെയ്യുന്നത്? അവന്റെ ഒന്നും പേര് പോലും ഈ ഇത്തരം പവിത്രമായ മജ്‌ലിസിൽ പറയാൻ പാടില്ല. അതിന്റെ വഴിക്ക് പുച്ഛിച്ച് തള്ളി ചവിട്ടി തേറ്റണം. പക്ഷേ ആ സങ്കടം അവൻ പറയുന്നതിലല്ല. നമ്മുടെ കേരളത്തിന്റെ മണ്ണിൽ ഞാൻ എന്റെ വണ്ടിക്കകത്തിരിക്കുന്ന വെള്ളം ശബരിമലയിലേക്ക് പോകുന്ന ആളുകൾക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അവര് നടന്നു പോകുന്ന കാണുമ്പോൾ സങ്കടം തോന്നിയിട്ട് ഞാൻ ഇറങ്ങി കൊടുത്തിട്ടുണ്ട്. സ്വാമി വെള്ളം വേണോ, കുടിച്ചിട്ട് നടക്കുക. സന്തോഷത്തോടെ വാങ്ങി കുടിച്ചിട്ടുണ്ട് അവര്. ഞാൻ പട്ടാമ്പിയിൽ ഒരു വൈദ്യശാലയിൽ നിൽക്കുമ്പോൾ ഒരു വലിയ വണ്ടി നിറച്ച് സ്വാമിമാര് വന്നു. ഞാൻ കുളിക്കുന്ന അതേ പുഴയിൽ അവർ ഇറങ്ങി കുളിച്ചു. കഴിഞ്ഞു പോകുമ്പോൾ ഒരു ഫോട്ടോസൊക്കെ എടുത്ത് സംസാരിച്ച് കുശലാന്വേഷണം നടത്തിപ്പോയി. ഈ പുണ്യനാട്ടിൽ, ഈ സാഹോദര്യത്തിന്റെ വീട്ടിൽ എങ്ങനെയാണ് ഈ കരട് ഇത്ര പെട്ടെന്ന് വ്യാപിക്കുന്നതെന്ന് ആലോചിക്കുമ്പോൾ സങ്കടമാണ്. കുറെയൊക്കെ നമുക്കിടയിലുള്ള ഒരു ഏകീകരണക്കുറവും കുറെ ഇജ്ജത്തില്ലായ്മയും കുറെ മോശമായ വർത്താനങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ പോലും ഈ സ്നേഹമാരാ അവരെന്തേ തിരിച്ചറിയാത്തത്? നമ്മൾ എന്തൊക്കെയാണ് നാടിന് ചെയ്യുന്നത്, ലോകത്ത് ചെയ്യുന്നത്? ചാരിറ്റികൾ, കാരുണ്യ പ്രവർത്തനങ്ങൾ. എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ എല്ലാം മറന്ന് സഹകരിക്കുന്ന എത്രയോ പ്രസ്ഥാനങ്ങൾ മുസ്ലിങ്ങൾക്കുണ്ട്. അതിനൊക്കെ അള്ളാഹു കൂലി തരും. ഇസ്സത്ത് നഷ്ടപ്പെടാതെ അള്ളാഹു കാത്തു സൂക്ഷിക്കട്ടെ. നമുക്ക് ഒത്തൊരുമയും സ്നേഹവും എല്ലാം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോ എപ്പോഴും നിങ്ങൾ ചിന്തിക്കേണ്ടത് ഒരേ ഒരു കാര്യമാണ്. മൻകാന ആഖിറു കലാമിഹി ഖൗല ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആവണം. അതൊരു വലിയ പ്രയാസാണ്. അസ്റായിലിന്റെ മുഖം റഅസുഹു ബിസ്സമാ, തല ആകാശത്ത് നിൽക്കുന്ന പോലെ തോന്നിപ്പോവും. വല്ലാത്ത ഭയപ്പാടുണ്ടാവും. ആ സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൽ പ്രയാസം തന്നെയാണ്. റൂഹങ്ങോട്ട് പിരിയുമ്പോ നാവുകൊണ്ടുള്ള അവസാന വർത്താനം ലാ ഇലാഹ ഇല്ലല്ലാഹ്, അത് പറയാൻ കഴിഞ്ഞാൽ മാഷാ അല്ലാഹ് ഒരു വലിയ തൗഫീഖിന്റെ അടയാളമാണ്. മൗത്തെന്ന അസ്ത്രം കൊണ്ടവർ മലർന്നില്ലേ, ഒരു 3 തുണിയിൽ പൊതിയലും കഴിഞ്ഞില്ലേ. അവർ കേട്ടതെല്ലാം കാഴ്ചയിൽ പുലർന്നില്ലേ. ചുടുകാട്ടിലാണവർ താമസം അറിഞ്ഞില്ലേ. മലബാറിന്റെ തീരത്ത് മധുപാടി നടന്ന 2 മക്കള്, ഇൽമ പഠിച്ചിരുന്ന 2 മക്കള്, ഒരുമിച്ച് കൂട്ടുകാരായി അള്ളാഹുവിന്റെ പേരിൽ, അള്ളാന്റെ മുത്തിന്റെ പേരിൽ പരസ്പരം ഇഷ്ടപ്പെട്ട 2 മക്കൾ. അതിൽ ഒരാള് കഴിഞ്ഞ കുറെ ദിവസങ്ങൾക്ക് മുമ്പ് വാഹനാപകടത്തിൽപ്പെട്ട് ഒരാൾ മരണപ്പെട്ടുപോയി. രക്തം പുരണ്ട കൂട്ടുകാരന്റെ വിരലുകൾക്കിടയിൽ നിന്ന് തന്റെ വിരലിനെ അടർച്ചു മാറ്റിയിട്ട് അടുത്ത കൂട്ടുകാരനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുചെന്ന് കിടത്തി. ഇന്ന് വാർത്ത വന്നു അവനും വിട പറഞ്ഞിരിക്കുകയാണ്. അല്ലാഹുവേ, അല്ലാഹുവേ, ആ 2 മക്കൾക്കും ജന്നാത്തുൽ നഈം കൊടുക്കണേ അല്ലാഹ്. ആ വേഷം തന്നെ മതിയല്ലോ. ഒരു സ്ഥാനത്തഴമ്പുള്ള മുഖം, പ്രഭയുള്ള മുഖം, കുപ്പിയുള്ള സുന്നത്തിന്റെ ദാടിയുള്ള ഈമാന്റെ പ്രസരിപ്പുള്ള മുഖം, അതങ്ങനെ തന്നെ നിന്റെ ജന്നാത്തിൽ ചേർക്കണേ അല്ലാഹ്. ആ മാതാപിതാക്കൾക്ക് ക്ഷമ കൊടുക്കുന്നതിനോടൊപ്പം ആയിരക്കണക്കിന് ഹംദ് പറയാനുള്ള മഹാഭാഗ്യം നീ കൊടുക്കണേ റബ്ബേ. താങ്ങാൻ കഴിയൂല അതൊന്നും. പെട്ടെന്നല്ലേ, യുവാക്കളല്ലേ. കാപ്പി ഇപ്പൊ കൊടുക്കാം, കുഴപ്പമില്ല, ശരിയാക്കി കൊടുക്കാം. ചോദിച്ചതിൽ ഭയങ്കര സന്തോഷം. അതൊരു ഭയങ്കര റാഹത്തായി പോയി. അങ്ങനെ ആരും ചോദിക്കലൊന്നുമില്ല. അങ്ങ് കൊണ്ടുവന്ന് കൊടുക്കലെന്നെ ബിരിയാണി ചായ. വിഷയത്തിനെ ഒന്നും ബാധിക്കാത്ത രീതിയിൽ അത് ഫലാഹി പ്രസവിക്കണോണ്ടാണ് കേട്ടോ, അല്ലെങ്കിൽ നടക്കൂല. ആ ഒരു മര്യാദ വന്നത് അതുകൊണ്ടാണ്. ഒരു ശല്യമില്ലല്ലോ സംഘാടകരെ കൊണ്ട്. മറ്റത് പ്രസംഗം തുടങ്ങി 1/2 മണിക്കൂർ കഴിയുമ്പോൾ മുണ്ട് വലിച്ചുരിഞ്ഞുകൊണ്ട് പോകും പ്രസിഡന്റ്. ബക്കറ്റ് എന്ന് പറഞ്ഞു. അവിടെ അങ്ങനെ ഒരു ചെറൊന്നുമില്ല. കാര്യങ്ങളൊക്കെ നടത്താനുണ്ട്. അതൊരു ചെറിയ പൈസ വെച്ചിട്ട് കുറച്ച് ആളുകൾ തന്നാൽ തന്നെ
ഇന്ന് അവരാഗ്രഹിച്ച കാര്യം അത് നടക്കും. അത് സിമ്പിളായിട്ട് ഇന്ന് നടക്കും, ഒരു പ്രശ്നമില്ല. അതൊന്നും ഒരു പിരിവിന് വേണ്ടി മെനക്കെട് പോലും വേണം. ഇപ്പൊ കാപ്പി റെഡിയാകുമ്പോൾ കൊടുത്തോളി, ഫസ്റ്റ് കാപ്പി ഉദ്ഘാടനം ചെയ്യാൻ ഉഷാ ബാക്കി വെച്ചിറങ്ങി ഇവിടെ കൊണ്ടുവരണം കേട്ടോ, കുടിക്കണമല്ലോ, നോക്കണ്ടേ അങ്ങനെ ഉണ്ടെന്ന്. അപ്പോ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ അവസാന സമയത്ത് പറയാൻ കഴിയുക എന്നത് മഹാഭാഗ്യമാണ്, ചെറിയ ഭാഗ്യമൊന്നുമില്ല. അതിന് ദുആ ചെയ്യണം. എത്ര മഹാന്മാര്, വടക്കൻ മലബാറിലെ അത്തിപ്പറ്റ ഉസ്താദ്, തെക്കൻ കേരളത്തിന്റെ കൊളപ്പുറ ഉസ്താദ്. തെക്കൻ കേരളത്തിന്റെ അത്തിപ്പറ്റയാണ് മക്കളെ മന്നാനിയിലെ കൊളപ്പുറ ഉസ്താദ്. അള്ളാഹു ദർജ ഉയർത്തി കൊടുക്കട്ടെ. ചേർത്ത് വെക്കാം, വ്യത്യാസമൊന്നും ഉണ്ടാവൂല. രണ്ടും ഒരേ ത്രാസിൽ തൂക്കി നോക്ക് നിങ്ങൾ. സ്നേഹസാഗരത്തിന്റെ ഒരു വില്ലയുടെ പേര് കൊളപ്പറ ഉസ്താദ് വില്ല എന്നാണ്. 3 സലാത്ത് ചൊല്ലി ഞാൻ ഇത്തിരി കാപ്പി ടേസ്റ്റ് നോക്കിയിട്ട് വരാം. സല്ലല്ലാഹു മാഷാ അല്ലാഹ് 3 സലാത്തേ ചൊല്ലിയുള്ളൂ, കൂടുതൽ ചൊല്ലിയില്ല. അൽഹംദുലില്ലാഹ്, അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. 3 പേര് എഴുന്നേറ്റ് പോവുകയും ചെയ്തു, അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. മാഷാ അല്ലാഹ്. അങ്ങനെ ഒരു 10 സലാത്ത് ഇടയ്ക്ക് ചൊല്ലിപ്പിക്കുമ്പം 3 എണ്ണം വെച്ച് പോകുമ്പോൾ 30 എണ്ണം പോകും, ബാക്കി ഉണ്ടാവില്ല. അൽഹംദുലില്ലാഹ്, അത് മതി. അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് അവസാനം പറയാൻ കഴിയണം. ഈ ദിക്ർ ചൊല്ലിയ ഈ സ്വലാത്ത് ചൊല്ലി ഈ സരസ്സുമായി സഹകരിക്കുന്ന മുഴുവൻ ആളുകൾക്ക് അവസാനം ആ കലിമ പറഞ്ഞു മരിക്കാനുള്ള മഹാഭാഗ്യം അല്ലാഹു കൊടുക്കട്ടെ, മഹാഭാഗ്യം അല്ലാഹു കൊടുക്കട്ടെ. വിഷയത്തിലേക്ക് വേഗം വേഗം ഇറങ്ങി വരികയാണ്. കുറച്ച് ചരിത്രങ്ങളൊക്കെ കട്ട് ചെയ്ത് വരികയാണ്. കാരണം പൂർണ്ണമായിട്ട് തീരുവില്ല, അതുകൊണ്ടാണ് നേരം വൈകിയല്ല തുടങ്ങിയത്. അടുത്ത ദിക്ർ അത്യബുൽ കലാം, സംസാരത്തിൽ ഏറ്റവും സൗന്ദര്യമുള്ള സംസാരം, സുഗന്ധമുള്ള സംസാരത്തിൽ 4-മത്തത് അല്ലാഹു അക്ബർ. ഈ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ സ്റ്റേജിൽ ആദരവ് കൊടുക്കാൻ 10 വർഷം വരുന്ന ഫലാഹി ഉസ്താദിന് ഒരു മൊമന്റോ കൊടുക്കാണ്. തടിയിൽ ഉസ്താദിന്റെ പേരൊക്കെ എഴുതി ഇടത്തറ മുസ്ലിം ജമാഅത്തിന്റെ ആശംസകൾ എന്നൊക്കെ പറഞ്ഞ് എഴുതി കൊടുക്കുമ്പോ നമ്മൾ എന്താ പറയാ? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. എന്തിനാ അങ്ങനെ പറഞ്ഞേ അറിയോ? എന്ന് പറഞ്ഞ ഫലാഹി നിങ്ങളൊന്നുമല്ല, അല്ലാഹു ആണ് വലിയവൻ എന്നാണ് എന്റെ അർത്ഥം. അല്ലാഹു ആണ് വലിയവൻ, നിങ്ങൾക്ക് തോന്നിപ്പോകണ്ട. നിങ്ങൾ എന്തോ MIT-യിൽ വന്നവൻ, സൈക്കിളിൽ വന്നവന്റെ അടുത്ത് തന്നെ ബെൻസിൽ വന്നവൻ പോയി അല്ലാഹു അക്ബർ. ഇതാണ് ഇസ്ലാം. ഇത് കേട്ടിട്ടും ഇറങ്ങാതെ പോകുന്നവനോ പേര് മാത്രമേ ഉള്ളൂ ഇസ്ലാം. അവന് വേറെ പണി മാറ്റി വെച്ചിട്ടുണ്ട് പടച്ചു. അതെന്തെങ്കിലും കിട്ടും, ഇവിടെ തന്നെ വന്ന് നിൽക്കുകയും ചെയ്യും. ഇല്ലെങ്കിൽ അവന്റെ മുമ്പ് നിങ്ങൾ നിസ്കരിച്ചു കൊണ്ടുവന്ന് നടക്കുകയും ചെയ്യും. അല്ലാഹുവേ കാരുണ്യവാനായ അല്ലാഹു അക്ബർ എന്നത് ഏറ്റവും വലിയ ആയുധമാകുന്നത് എപ്പോഴെന്നറിയോ? നമ്മളെ നമ്മളാക്കാനാണ്, നമുക്ക് വിനയം തരാനാണ്. അഹങ്കാരവും എല്ലാ സർവ്വ സ്വാതന്ത്ര്യവും കാണിക്കേണ്ടത് അല്ലാഹുവാണ്, നമ്മളല്ല. അതുകൊണ്ട് അല്ലാഹു അക്ബർ എന്ന് വീണ്ടും വീണ്ടും പറയണം. ഞാനൊന്നുമല്ല അല്ലാഹ്, ഞാനൊന്നുമല്ല അല്ലാഹ്, എനിക്കൊരു കഴിവുമില്ല അല്ലാഹ്, എല്ലാം നിനക്ക് മാത്രമാണ് റബ്ബ്. അതാണ് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ. അതാണ് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ. അത് കേൾക്കുമ്പോൾ നമ്മൾ വിനയമുള്ളവരാകണം. ഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗന, വിനയത്തോടെ താഴ്മയോടെ നടന്നു പോകുന്നവരാണ് കാരുണ്യവാനായ അല്ലാഹുവിന്റെ അടിമകൾ. മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരുമ്പോ പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു ഇരിക്കുന്നുണ്ട്. ജിബ്രീൽ ചോദിച്ചു, യാ ഹബീബല്ലാഹ്, ഇത് അബൂദറല്ലേ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അബൂദറിനെ നിനക്ക് അത്ര പരിചയമാണോ? വഹുവ മസ്നൂറുൻ ഇൻദനാ യാ ഹബീബല്ലാഹ്, ഞങ്ങളുടെ ലോകത്ത്, ആകാശ ലോകത്ത്, മലക്കുകളുടെ ലോകത്ത് പുള്ളി ഭയങ്കര ഫേമസ് ആണ് നബിയെ, ഭയങ്കര മശൂറാണ്, അറിയപ്പെട്ട ആളാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, അതെന്താ അബൂദറിന് അങ്ങനെ ഒരു ക്വാളിറ്റി വരാൻ കാരണം, അങ്ങനെ ഒരു അറിയപ്പെടൽ വരാൻ കാരണമെന്ത് എന്ന് ചോദിക്കുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു, യാ റസൂലല്ലാഹ്, 2 ക്വാളിറ്റി കൊണ്ടാണ് അബൂദർ അറിയപ്പെട്ടു പോയത്. 2 ക്വാളിറ്റി കൊണ്ടാണ് അബൂദർ ഞങ്ങളുടെ ലോകത്ത് അറിയപ്പെട്ടു പോയത്. മശ്ഹൂറൻ ഇൻദനാ, 2 കാര്യങ്ങൾ കൊണ്ട്. ഒന്ന് അത്തവാളു, വിനയമാണ്.
സുബ്ഹാനല്ലാഹ്. വിനയം, അബൂദറിന്റെ വിനയം, അബൂദറിന്റെ വിനയം കൊണ്ട് ഞങ്ങൾക്ക് അബൂദറിനെ വല്ലാണ്ട് ബോധിച്ചുപോയി മുത്ത് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ വിനയമുള്ളവരാകണം, നമ്മൾ വിനയം കാണിക്കണം. ഒരാൾ സലാം പറയുമ്പോ നമ്മൾ അയാളുടെ ക്വാളിറ്റി നോക്കിയിട്ടല്ല സലാം അടക്കേണ്ടത്. ഞാൻ വരുമ്പോ എത്ര പാവപ്പെട്ട മക്കളുണ്ടാവും, സാധുക്കളുണ്ടാവും. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് കൈതരുമ്പോ നിനക്കൊന്നും കൈതരാൻ പറ്റിയ ആളല്ല ഞാൻ വലിയ വാദോരണ മൊയ്ലാര എന്ന് പറഞ്ഞാൽ ആ മൊയ്ലാര അതോടുകൂടി ഖത്തം പോകുകയാണെന്നാണ് അതിന്റെ അർത്ഥം. പിന്നെ കഴിയൂല, പിന്നെ മൊയ്ലാരാവൂല. പാവങ്ങളെ സ്നേഹിക്കാൻ, സാധുക്കളോട് കരുണ കാണിക്കാൻ, ആരുടെ മുന്നിലും ഞാൻ ഒന്നുമല്ല എന്ന ബോധത്തിൽ ജീവിക്കാൻ. നമ്മളല്ലെങ്കിൽ എന്താണ് സഹോദരിമാരൊക്കെ എന്തോ ഒരു മാറ്റാണ് നിങ്ങൾക്ക് വരുന്നത്. ചെറിയ ചെറിയ മാറ്റമൊന്നുമല്ല. പണ്ട് നമ്മുടെ സഹോദരിമാര്, ഞാനൊരു ഉദാഹരണം ഇങ്ങനെ കാണിച്ചുതരാം. പണ്ട് നമ്മുടെ സഹോദരിമാര് പൈസ ഒന്നുമില്ലാത്ത സമയത്ത് സാധുക്കളായി ഭക്ഷണമൊക്കെ കഴിച്ച് പട്ടിണി അറിയുന്ന ഭക്ഷണത്തിന്റെ പട്ടിണി അറിയുന്ന കാലത്ത് നമ്മുടെ സഹോദരിമാര് തലമറിച്ചിരുന്നത് ഇങ്ങനെയാണ്. അങ്ങനെ ഇവിടെ ഒരു പിന്നു കുത്തും, ഇങ്ങനെയാണ്. ഇന്നിങ്ങനെ ധരിക്കുന്നത് ആരെന്നറിയോ? പള്ളി പിരിവിന് നടന്നതാത്തവരാ. അവരിങ്ങനെ വരും, മോളെ കെട്ടിക്കാനുണ്ട്, ബംഗാളിൽ വെള്ളപ്പൊക്കമാണ്, ഇങ്ങനെ വരാം. നമ്മുടെ നാട്ടുകാർ ഇത് മാറ്റം കാരണം എന്താ? മാറ്റം കാരണം എന്ന് പറഞ്ഞാല് പുതിയ പുതിയ സാധനങ്ങൾ കിട്ടി, പൈസ ഒക്കെ കൂടി, തിളങ്ങുന്ന മറ്റേത് കിട്ടി, മത്തപ്പിന് കിട്ടി, അങ്ങനെ കിട്ടി, ഇങ്ങനെ കിട്ടി, ഇക്ക വണ്ടി മറ്റേ വണ്ടി മാറ്റി, പഴയ വണ്ടി മാറ്റി, അങ്ങനെ എല്ലാ അർത്ഥത്തിലും പുതിയ പുതിയ വീടിന്റെ സിറ്റൗട്ടിൽ ഊഞ്ഞാലായി, വീടിന്റെ പേര് ബുസ്റാമനസിലെന്നായി, നബീസാമനസിലെന്നായി, വലിയ വലിയ മാറ്റങ്ങളായി, അടിപൊളിയായി. ഇക്കായും താത്തായും കിടക്കുന്നത് മുകളിലത്തെ നിലയിൽ അങ്ങേറ്റത്തെ റൂമിലായി, അങ്ങനെയായി. ഒരുപാട് മാറ്റങ്ങളായപ്പോ താത്താക്കൊരു മാറ്റം. ഇനി ഈ ചുറ്റിക്കെട്ടി പോത്തിന് കെട്ടുന്ന പോലെ കെട്ടിക്കൊണ്ട് നടക്കണ്ടെന്ന് പറഞ്ഞ് താത്ത ഇങ്ങനെ ചുറ്റി ഇവിടെ ഒരു മുഴയായി, അവിടെ ഒരു മുഴയായി, അവസാനം മുഴയെല്ലാം മാറ്റിയിട്ട് തല ഇങ്ങനെ വെളിയിലായി. നമ്മുടെ മക്കൾ നടത്തുന്ന പകുതിയെ മറയ്ക്കുള്ളൂ. മക്കൾ ഫുള്ള് മറയ്ക്കൂല, അവർക്കിഷ്ടല്ല. പകുതിയാകുമ്പോ രസം, പെട്ടെന്ന് തോളത്തിറക്കിയിടാം, പിന്നെ മുകളിൽ കയറ്റിയിടാം, എന്തുകൊണ്ട് ചെയ്യാം. ഒരു രസം, ഒരു സ്റ്റൈൽ. അത് ഭയങ്കര സംഭവം എന്നാണ് ചില ദാത്തമാര് കരുതുന്നത്. ഈ പകുതി മറയ്ക്കുമ്പോൾ അള്ളാഹുവിന് ഭയങ്കര ഇഷ്ടപ്പെടുവോ, എന്നാലും അവൾ അത്ര ചെയ്തല്ലോ, അത് മതി എന്ന് പറയുന്ന അള്ളാഹുവിന്റെ കോടതിയിൽ, അള്ളാഹുവിന്റെ ലോകത്ത് നീ ഒരു പെണ്ണല്ലേ, അള്ളാഹു പറഞ്ഞനുസരിച്ച് ജീവിക്കണ്ടേ, ഇസ്ലാം നിനക്ക് സ്വാതന്ത്ര്യം തരുന്നില്ല എന്ന് നീ ആരോടാണ് ഈ പറയുന്നത്? പ്രിയപ്പെട്ടവരെ, ഇസ്ലാം തരുന്ന പോലെ സ്നേഹം, സ്വാതന്ത്ര്യം ആരാണ് തരുന്നത്? ഇതൊന്നും പോരാന്ന് പറഞ്ഞ് ഇറങ്ങി ഓടിയവരെവിടെ? ഓടിയപ്പോ എല്ലാരും കണ്ടു ചാനലില്, പിന്നീട് എന്ത് നടന്നു എന്ന് ആരും കാണുന്നില്ല. അതുകൊണ്ട് അല്ലാഹു വലിയവനാണെന്ന ബോധം വേണം. അഹങ്കരിക്കാൻ നമുക്ക് യോഗ്യതയില്ല. മൻ തകബ്ബറ അഹങ്കരിക്കുന്നവരെ അല്ലാഹു അടിച്ചമർത്തുന്നതാണ്. അവർക്ക് രക്ഷപ്പെടാൻ കഴിയൂല, തല ഉയർത്താൻ പറ്റൂല, കരകയറൂല. കരുണക്കടയായ അല്ലാഹ് ഒരു തരത്തിലും ഞങ്ങളെ നീ അഹങ്കാരികളുടെ കൂട്ടത്തിലാക്കല്ല റബ്ബേ. അപ്പൊ 4 ഭക്ഷണമായി. സുബ്ഹാനല്ലാഹ്. രാവിലെ ആഹാരത്തിന് ശേഷം 100, അൽഹംദുലില്ലാഹ്. ഉച്ചക്ക് ആഹാരത്തിന് മുമ്പ് 100, അല്ലാഹു അക്ബർ. വൈകുന്നേരം ചായക്ക് മുമ്പ് 100, ലാ ഇലാഹ ഇല്ലല്ലാഹ്. രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് 100 എന്ന് വെച്ചോ, ചൊല്ലിക്കോ, ഇങ്ങനെ തന്നെ ചൊല്ലിക്കോ. ഗുളിക പോലെ ചൊല്ലൂലേ? ശരീരത്തിന്റെ അസുഖങ്ങൾക്ക് ഡോക്ടർ പറഞ്ഞ ഗുളിക മാറിപ്പോയാൽ ഞെട്ടൂലേ? അപകടമാണെന്ന് പറയൂലേ? ഇത് ആത്മാവിന്റെ ഭക്ഷണം മുടങ്ങാതെ കൊടുത്തോ. ടൈം നിങ്ങളെ ഇഷ്ടം, പക്ഷേ ഒരു ദിവസം 4 എണ്ണം കഴിച്ചിരിക്കാം. ദിക്റെപ്പോഴും വേണ്ടുന്നതാണ് റബ്ബിന്, ഇല്ലാതിരുന്നാൽ നമ്മളെ പിന്നെന്തിന്? നീ അവനെ ഓർത്താൽ സോദരാഹലവാത്തിൽ അവൻ നിന്നെയും ഓർക്കുന്നതാ ഫലവാത്തിൽ. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിനെ നമ്മൾ നല്ല ഒറ്റയ്ക്കൊക്കെ ഇരിക്കുന്ന സുഖമുള്ള സമയത്ത് നമ്മൾ ഓർത്താൽ, നമുക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ അല്ലാഹു നമ്മളെ ഓർക്കണം. ഇദാ ദക്കറനീ വഅന മഅഹു. എന്നെ ഓർത്താൽ ഞാൻ അവനോടൊപ്പമാണ്, എന്നെ ഓർമ്മിച്ചാൽ ഞാൻ അവനോടൊപ്പമാണ്. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞപ്പോ യാ ഷാഹിദൻ ഗൈറ ഗായിബ് യാ ഖരീബൻ ഗൈറ ബഈദ്. യൂസുഫ് നബി അലൈഹിസ്സലാം വിളിച്ചതാണ്. അള്ളാഹ് വിളി കേട്ടു, യൂസുഫ് നബിയെ രക്ഷപ്പെടുത്തി രാജ്യത്തിന്റെ രാജാവായിട്ട് മാറ്റുകയാണ്. പവർ കണ്ടോ?
സുലൈഖാ ബീവി എന്ന സുന്ദരിയായ പെണ്ണ് രാജകൊട്ടാരത്തിനകത്തൊരു ഈച്ച പോലും അറിയാതെ നിന്റെ ശരീരം എനിക്ക് വേണമെന്ന് സുന്ദരനായ യൂസുഫ് നബിയോട് പറഞ്ഞപ്പോ യൂസുഫ് നബി എന്താ പറഞ്ഞത്? മഅദല്ലാഹ്. മറന്നില്ല. അപ്പൊ തന്നെ അള്ളാഹുവിനെ എടുത്ത് ഇടയിൽ വെച്ച് അവിടെ നിൽക്ക്, അവിടെ നിൽക്ക്. മഅദല്ലാഹ്. അള്ളാഹു കാക്കട്ടെ. ഇന്നഹു റബ്ബി അഹ്സനു മസ്വായ. അള്ളാഹുവിനെ ഓർത്തു, രാജാവിനെ ഓർത്തു. ഇന്നഹു ലാ യുഫ്ലിഹുൽ ളാലിമൂൻ എന്ന് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു. അള്ളാഹുവിനെ ഓർക്കണം. പ്രതിസന്ധി വരുമ്പോ, സങ്കടം വരുമ്പോ, സന്തോഷം വരുമ്പോഴും ഓർക്കണം, ആനന്ദം വരുമ്പോഴും ഓർക്കണം. അങ്ങനെ ഓർത്താൽ ആരും അബദ്ധത്തിൽ ചാടൂല, തെറ്റിലേക്ക് പോവില്ല, തിന്മയിലേക്ക് പോവില്ല. യൂനുസ് നബി അലൈഹിസ്സലാമോ മത്സ്യത്തിന്റെ വയറ്റിനകത്ത് കിടന്നപ്പോ ഇന്ന് ലോകത്തുള്ള മുഴുവൻ ആളുകളോടും നിങ്ങളൊരു 41 പ്രാവശ്യം കണ്ണും മനസ്സും നാവും മറിഞ്ഞിട്ട് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. തിന്മ പൂണ്ടുപോയ ഹൃദയത്തിന്റെ ഭക്ഷണമാണത്. തിന്മയിൽ വീണുപോയ ആത്മാവിന്റെ ഭക്ഷണമാണത്. വ്യഭിചരിച്ചുപോയ, കള്ളുകുടിച്ചുപോയ, തെറ്റ് ചെയ്തുപോയ, അല്ലാഹുവിനെ ധിക്കരിച്ചുപോയ ആത്മാവിന്റെ ഭക്ഷണമാണ്. 41 പ്രാവശ്യം ഹൃദയം ഒഴുക്കിയിട്ട് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അറിയാതെ കഞ്ചാവിൽ വിളിച്ചു നോക്കിയ ചെറുപ്പക്കാരാ, കൂട്ടുകാരന്റെ കൂടെ യാത്ര പോയിട്ട് അല്പം കുടിച്ചുപോയ എന്റെ ഇടത്തറയിലെ മക്കളെ, ഇനി സമയം വൈകി കണ്ട ചൊല്ലിക്കോ. കൂട്ടുകാരാണ് എല്ലാത്തിനും. ആദ്യം ഇവിടെ നിരന്തരം സിഗരറ്റ് വലിക്കുന്നവരുണ്ടോ? നിങ്ങൾക്ക് ആദ്യം ആ സിഗരറ്റ് കത്തിച്ചു തന്നതാരാ? വാപ്പല്ല, ഉമ്മല്ല, കൂട്ടുകാരാ. വലിയ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ വിളിക്കും. മാഷാ അല്ലാഹ്, സൂപ്പർ. ഒരുത്തനുണ്ടാവും കള്ളുകുടിക്കാൻ. ആദ്യം എടാ പ്രശ്നമൊന്നുമില്ല, ഇതിൽ ആൽക്കഹോളൊന്നുമില്ല, എന്റെ വാപ്പ ഹാജിയാരൊക്കെ തന്നെ, സംഭവമൊക്കെ ശരിയാ, പക്ഷെ ഇതിന്റെ പേരെന്താണെന്നറിയോ? സൂറത്തിൽ ജിൻ. കുറച്ചൊഴിച്ചോ ഗ്ലാസ്. ഒന്നുമില്ല, ഒരു പ്രശ്നം ഉണ്ടാവില്ല. അങ്ങനെ തുടങ്ങും. ഒരുത്തനുണ്ടാവും ഒരു വകതിരിഞ്ഞവൻ, ഒരു തലതിരിഞ്ഞവൻ, ഒരു കുണം കെട്ടവൻ. അവനെ കണ്ടാൽ ചിലപ്പോ അതൊന്നും തോന്നൂല. വീട്ടിലും ഫ്രണ്ടിലും ഒന്ന് ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് ഉമ്മ എന്നെ പറയും, മോനെ അപ്പുറത്ത് സുലൈമാൻ വന്നരാ, ചെല്ലട മോനെ. മോനെ കൊണ്ടുപോവാണ്, ഏർവാടി പോണെന്ന് പറഞ്ഞ് ഗോവയെ കൊണ്ടുപോയി അടിച്ച് ഫിറ്റായി ഗിഞ്ചായി തിരിച്ചുണ്ടാക്കി കൊടുക്കും. ഇതൊക്കെ തുടങ്ങി വെച്ചതൊരു കൂട്ടുകാരൻ. അറിയാതെ വീണുപോയി, അറിയാതെ മതിൽ ചാടിപ്പോയി, വ്യഭിചരിച്ചു പോയി. പെൺകുട്ടികൾ ഇന്ന് പഴയതുപോലെ ഒരു കന്യകയുടെ പവിത്രതയോടെ ജീവിക്കുന്ന പെൺകുട്ടികൾ നമുക്കിടയിൽ കുറഞ്ഞു വരുന്നു. അതൊന്നും അവർക്ക് വിഷയമല്ല. ക്യാമ്പസിലെടുത്തിരിക്കാം, അവരുടെ വസ്ത്രം ഇവരുടെ വസ്ത്രം അവർക്കൊക്കെ ധരിക്കാം. എല്ലാവരും ജീൻസും പാന്റും ടീഷർട്ടൊക്കെ തന്നെയാണ്. അതൊന്നും ഒരു വിഷയമല്ല. പണ്ടൊരു സ്കാർഫം കാണാം, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാൽ വാപ്പാക്ക് താങ്ങാൻ പറ്റൂല. ഇന്നല്ല എന്നൊക്കെ പറഞ്ഞ് വാപ്പ ആകെ അവിടെ സീനുണ്ടാക്കും. ഇന്ന് വാപ്പ അത്രയൊന്നും അങ്ങനെ താരണ്ട് മോളെ, കുറച്ച് പൊങ്ങിയിരുന്നോട്ടെ അങ്ങനെ പറഞ്ഞു. വാപ്പാക്കും അതാണ് ഇമേജ്. ആ രീതിയിലേക്ക് അതപ്പതിച്ചു. അതുകൊണ്ട് പെണ്ണിന് ക്യാമ്പസിലേക്ക് പോകുമ്പോ, സ്കൂളിലേക്ക് പോകുമ്പോ കൂട്ടുകാരുടെ കൂടെ കറങ്ങുമ്പോൾ വിഷയമില്ല. പാർക്കുകളിൽ, തിയേറ്ററുകളിൽ, മാളുകളിൽ, ഷോപ്പിംഗ് മാളുകൾ ഉണ്ടല്ലോ ധാരാളം. ഞാൻ പറയാം ഇവിടെ വെച്ചിരുന്നത് ഞാൻ പറയാം. ഷോപ്പിംഗ് മാളുകൾ ഉണ്ടല്ലോ ധാരാളം. എത്രയാണ്? എല്ലാം എയർ കണ്ടീഷൻ, എവിടെയും കയറിയിരിക്കാം, ആരും ഇറങ്ങിപ്പോവാൻ പറ്റൂല, പറയൂല. കോഫി കൊടുക്കാം, ചായ കുടിക്കാം, ചുണ്ട് കൊടുക്കാം, മുത്തം കൊടുക്കാം, കെട്ടിപ്പിടിക്കാം. ആരും അങ്ങോട്ട് പോവില്ല, ആരും മൊബൈലിൽ പിടിക്കൂല, അവിടെ ഇരുന്നോട്ടെ. പക്ഷേ ഉമ്മ മാർജിൻ ഫ്രീ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങുമ്പോ മോളെ ഇങ്ങനെ കാണേണ്ട ഒരു അവസ്ഥ ഉണ്ടായാലുണ്ടാകുന്ന ഒരു മാനസിക സങ്കടം. മോക്ക് വിഷമമൊന്നുമില്ല, ഉമ്മാടെ നെഞ്ചിലെ നിറ്റ് അത് ആലോചിക്കുക തന്നെ വേണം. എന്നിട്ട് മാസ്റ്ററെ കുറിച്ച് ആലോചിക്കണം. എന്നെ ഓർമ്മിച്ചാൽ ഞാൻ അവന്റെ കൂടെയാണ്. യൂസുഫ് നബി പറഞ്ഞു, സുലൈഖയുടെ സൗന്ദര്യത്തിൽ ആകർഷനാവാതെ മനസ്സിനെ പിടിച്ചു നിർത്തിയ ദിക്റായിരുന്നു മഅദല്ലാഹ്. അതുകൊണ്ട് അല്ലാഹു കൂടെ നിന്നു. കിണറ്റിൽ കൊണ്ടിട്ട കൂടപ്പിറപ്പുകൾക്ക് അവസാനം വിശന്ന് വലഞ്ഞു ഭക്ഷണം കൊടുക്കുന്ന രാജാവായി യൂസുഫ് നബി അല്ലാഹു മാറ്റിയില്ലേ? യൂനുസ് നബി അലൈഹിസ്സലാമിനെ അത്ഭുതകരമായി രക്ഷപ്പെടുത്തിയില്ലേ?
ആയിഷാ ബീവി റളിയല്ലാഹു അൻഹയുടെ ചരിത്രം നിങ്ങൾക്കറിയുമല്ലോ. ഹബീബിന്റെ മനസ്സ് സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാതെ നൊന്തുപോയ രാപ്പകലുകളാണ്. അല്ലാഹുവേ, ആ ഖൽബ് നോവിക്കുന്ന ഒന്നും നീ ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കല്ലേ അല്ലാഹ്. ഒന്നും ചെയ്യരുത്. ആ ഹൃദയം നോവുന്ന, ആ മദീനക്കെതിരായ, റൗലക്കെതിരായി, അവിടത്തെ ഖൽബിനെ വേദനിപ്പിക്കുന്നതായിട്ടൊന്നും നമ്മൾ ചെയ്തു പോകരുത്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയെക്കുറിച്ച് അപവാദ പ്രചരണം, വ്യഭിചാര ആരോപണം, ഇടത്തറയിലെ ഏതെങ്കിലും ഒരു നിഷ്കളങ്കയായ സ്വാലിഹത്തായ പെണ്ണിനെതിരെ അങ്ങനെ ആരെങ്കിലും ആരോപണം പറഞ്ഞു വിടുകയാണെങ്കിൽ എന്റെ പൊന്നുമോളെ, തളർന്നു പോകല്ലേ, തളർന്നു പോകല്ലേ, പിടിച്ചു നിൽക്കണം, പിടിച്ചു നിൽക്കണം. പറയുന്നവരനുവദിക്കും, നീ തളർന്നു പോകരുത്. അല്ലാഹു നിന്നെ സഹായിക്കും, അല്ലാഹു നിന്നെ സഹായിക്കും. ആയിഷ റളിയല്ലാഹു അൻഹ വ്യഭിചാരോപണമേറ്റ് ആയിഷാ ബീവി റളിയല്ലാഹു അൻഹയുടെ മനസ്സെത്ര നീറിപ്പുകഞ്ഞിട്ടുണ്ടെന്ന് ആലോചിക്കണം. അതിന് പലരും നേതൃത്വം കൊടുത്തു. ആരോപണങ്ങൾ, ആക്ഷേപങ്ങൾ ഇന്ന് നമ്മുടെ വാട്സപ്പിലൂടെ തീ പോലെ പറന്നു പോകൂലേ. വിശാലമായ വാർത്തകൾ, എന്തെങ്കിലും നടക്കുന്ന കാര്യങ്ങൾ അറിയാതെ പടർന്ന് പന്തലിച്ചു പോകൂലേ. അല്ലാഹുവേ, അങ്ങനെ ആരോപണ വിധേയായി ആയിഷ റളിയല്ലാഹു അൻഹ അവസാനം അല്ലാഹുവിന്റെ ഖുർആനായത്ത് നിരപരാധിത്വത്തിന്റെ മുത്തം കൊടുത്ത് ഭൂമിയിലേക്ക് ഇറങ്ങി. ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് ആരംഭ റസൂലിനൊക്കെ സമാധാനമായി. സഹാബത്തിന്റെ ഭാര്യമാരിൽ ചിലര് ചോദിക്കുകയാണ് ആയിഷാ ബീവി റളിയല്ലാഹു അൻഹയോട്, ആയിഷാ, സഫ്വാന്റെ കൂടെ ഒട്ടകത്തിലിരുന്ന് വന്നതിന് എന്തെല്ലാം ആരോപണങ്ങൾ കേട്ടു ആയിഷ, എന്നിട്ടും നീ പിടിച്ചു നിന്നത് എങ്ങനെയാണ് ആയിഷ? ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ആ ഒട്ടകത്തിലേക്ക് ഞാൻ കയറുമ്പോ ഞാൻ പറഞ്ഞിരുന്ന ഒരു ദിക്റുണ്ട് പെങ്ങളെ, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ആ ദിക്റാണ് എന്നെ കാത്തത്, ആ ദിക്റാണ് എന്നെ സംരക്ഷിച്ചത്, ആ ദിക്റാണ് എന്നെ സഹായിച്ചത്, ആ ദിക്റാണ് എനിക്ക് എല്ലാം തന്നത് എന്ന് ആയിഷാ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്. അതുകൊണ്ട് മറക്കണ്ട പ്രിയപ്പെട്ടവരെ, പ്രതിസന്ധി വരുമ്പോഴും, പ്രയാസം വരുമ്പോഴും, സന്തോഷം വരുമ്പോഴും, ആഹ്ലാദം വരുമ്പോഴും കരുണക്കടലായ അല്ലാഹനെ മറക്കല്ലേ. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ലോകത്തുനിന്ന് വിട പറയുമ്പോൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറഞ്ഞ പ്രധാനപ്പെട്ട വസിയത്താണ്, നിങ്ങൾ രഹസ്യമായിരിക്കുമ്പോൾ കൂടുതൽ അല്ലാഹയെ ഓർക്കണം. നമ്മൾ പരസ്യമായിട്ടൊരു ദിക്റിന്റെ മജ്ലിസിലൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അങ്ങനെയൊക്കെ ചൊല്ലുമല്ലോ. ഒറ്റക്ക് നിങ്ങൾ കിടക്കുന്ന റൂമില്, ഒരു വീട്ടിലെ ദിക്ർ മജ്ലിസിന് പോയിട്ട് മുസ്ലിയാരി മുക്കുറിയൊക്കെ നാട്ടിലെത്തി, പള്ളിയിലെത്തി. അപ്പൊ വാജി സാഹിബ് ഡോറ് തുറന്നു നോക്കുമ്പോൾ ഉസ്താദ് ഉറങ്ങിയില്ല. ഉസ്താദ് തസ്ബീഹൊക്കെ വെച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് അങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക. അപ്പൊ ഉസ്താദിനോട് വാജി സാഹിബ് ചോദിച്ചു, അല്ല നമ്മളിപ്പോ 70,000 ദിക്ർ ചൊല്ലിട്ട് വന്നേലുള്ളൂ, ഇനി എന്തിനാ ഇപ്പൊ കട്ടിലിരുന്ന് നിങ്ങൾ സ്പെഷ്യൽ ദിക്ർ? മോനെ, ഇത് ഞാൻ നിരന്തരം ചൊല്ലുന്ന ഔറാദാണ്. മൻ ലൈസ ലഹു വിർദുൻ വഹുവ കിർദുൻ എന്നാണ് മഹാന്മാര് പറയാറ്. നിരന്തരം ചൊല്ലാൻ ഒരു വെറുതെ ഒരു മനുഷ്യനില്ലെങ്കിൽ അവനൊരു കിറുതാണ്, കുരങ്ങനോ കരടിയോ ആണ്, അങ്ങനെ ആയിപ്പോകുമെന്നാണ്. നിരന്തരം നമുക്കൊരു അടുക്കും ചിട്ടയുമുള്ള വെറുതെ, രാവിലെ ഇത്ര ദിക്ർ ഞാൻ ചൊല്ലും, ഉച്ചയ്ക്ക് ഇത്ര ചൊല്ലും, ആരുവിന് ഇത്ര ചൊല്ലും, ഇങ്ങനെ നിസ്കാരം, അത് മുടക്കാതെ കൃത്യമായിട്ട് കൊണ്ട് നടക്കുന്ന ഒരു വല്ലാത്ത ആനന്ദമാണ്. അപ്പൊ നമുക്ക് ഒറ്റയ്ക്ക് ചെല്ലാൻ കഴിയണം. മഹാനായ ഇബ്രാഹിം തമീം റളിയല്ലാഹു അൻഹു ഒരു ചരിത്രമുണ്ട്, അത് പറയാം. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടം ആഴ്ചയിൽ 2-3 ദിവസം ഖബർസ്ഥാനിൽ കിടന്നുറങ്ങലാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഖബർസ്ഥാനിലെ ഉറക്കം എല്ലാ ദിവസവുമില്ല, ആഴ്ചയിൽ 2-3 ദിവസം ഖബർസ്ഥാനിൽ കിടന്നുറങ്ങും. ആളുകൾ അടക്കിയിരിക്കുന്ന ഖബറിൽ പോയി കിടന്നുറങ്ങും. എന്തിനാണെന്നറിയോ അദ്ദേഹം അനുയായികളോട് പറഞ്ഞത്? എന്റെ മനസ്സിനെ നന്നാക്കാൻ ഇതൊക്കെ ചെയ്തേ പറ്റൂ. ശരീരം കൈവിട്ടു പോവാൻ, മനസ്സ് ചിലപ്പോൾ പതറിപ്പോവാൻ, അള്ളാഹുവിലേക്ക് പിടിച്ചു നിർത്താൻ, മരണവും ഹൗഫും തഖ്വയും ഉണ്ടാക്കാൻ പിടിച്ചു നിർത്തിയേ പറ്റൂ. അതുകൊണ്ട് ഇടയ്ക്ക് പുന്നാർ റസൂലിന്റെ കാലത്ത് ചൂടുള്ള കടൽക്കല്ലിൽ കിടന്ന് ഉരുണ്ടിട്ടുണ്ട് ഒരു സഹാബി. അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചപ്പോൾ പറഞ്ഞത് ശരീരം കുറച്ച് അഹങ്കാരിയായി പോകുന്നത് കൊണ്ട് നരകത്തിന്റെ ചൂടറിയട്ടെ എന്നിട്ട് അങ്ങനെ ചൂടാക്കിയതാണ്.
അള്ളാഹുവേ പടച്ചവനെ, എല്ലാ ദിവസവും മരണത്തിന്റെ ഓർമ്മയിൽ ലയിച്ച് അള്ളാഹുവിന്റെ സ്മരണ ഹൃദയത്തിൽ അലങ്കരിക്കുന്നവരാക്കി ഞങ്ങളെ മാറ്റണേ അല്ലാ. ഇടത്തറപ്പള്ളിയിൽ വന്നിരിക്കുന്ന ഈ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് ബക്കറ്റ് കൊണ്ട് ചെല്ലുമ്പോ ആരെല്ലാം മനസ്സറിഞ്ഞ ആത്മാർത്ഥതയോടുകൂടി സ്വതക്ക ചെയ്യുന്നുവോ അവർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു മരിക്കാനുള്ള മഹാഭാഗ്യം കൊടുക്കണേ റബ്ബേ. ബിസ്മില്ലാ. ഇനി ബക്കറ്റ് കൊണ്ടുവരും. ആരാണ് ബക്കറ്റിന്റെ ആളുകൾ? ഒരു ബക്കറ്റേ ഉള്ളൂ. ആളുകൾ കൂടുതലായതുകൊണ്ട് ബക്കറ്റ് കുറച്ചെണ്ണം കൂട്ടിക്കോട്ടെ കേട്ടോ. ഒരു ബക്കറ്റേ ഉള്ളോ? വേറെണ്ടല്ലോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുവേ, ഈ സ്വതക്ക ചെയ്യുന്ന കൈകളെ ദാരിദ്ര്യത്തിന്റെ കൈകളാക്കല്ലേ റഹ്മാനേ. പടച്ചോനെ, ഒരു പ്രയാസവും നീ കൊടുക്കല്ല അല്ലാ. എത്ര നല്ല ശാന്ത സുന്ദരമായ വിജ്ഞാനത്തിന്റെ വേദിയാണ്. അതുകൊണ്ട് റബ്ബേ, എവരെ നീ കൈവെടിയല്ലേ അല്ലാ, കൈവെടിയല്ല റബ്ബേ. എല്ലാരും സഹായിച്ചു കൊടുക്കട്ടെ, എല്ലാരും സഹായിച്ചു കൊടുക്കും. അല്ലാഹു വലിയ ഖൈർ നൽകട്ടെ. ഒരു ബക്കറ്റേ ഉള്ളൂ ആദ്യമേ. എല്ലാവരും ഒന്ന് സഹകരിക്കണം കേട്ടോ. സ്ത്രീകളുടെ ഭാഗത്ത് ബക്കറ്റ് പ്രശ്നം തുടങ്ങിയിട്ടുണ്ട്. പുരുഷന്മാരുടെ ഭാഗത്ത് തൽക്കാലം ഒരു ബക്കറ്റേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് വേറെ ബക്കറ്റ് വരുന്നത് വരെ നിങ്ങളെല്ലാവരും ഒന്ന് സഹകരിക്കണം കേട്ടോ. ആരും വാഴ കഴിയാതെ പോകരുത്. ഞാൻ ഒരുപാട് നീട്ടൂല, ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് നിർത്തും. ഒരുപാട് നീട്ടൂല. നിങ്ങളെല്ലാവരും സഹകരിക്കണം, സഹായിക്കണം, കൂടെ നിൽക്കണം. ഇൻഷാ അല്ലാഹ് ഈ മജ്ലിസ് അള്ളാഹുവിന്റെ വലിയ പൊരുത്തമുള്ള ഒരു സദസ്സാണ്. കൈവെടിയരുത്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. എല്ലാവരും ബക്കറ്റിന് ഒരു ബക്കറ്റൂടെ വേണമായിരുന്നു ഫലാഹി. ഒന്നുകൂടെ ഉണ്ടെങ്കിൽ അതങ്ങ് പെട്ടെന്ന് കഴിഞ്ഞേനെ. പുറകെ വരുന്നുണ്ടല്ലോ. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. എല്ലാവരും സഹായിക്കും, എല്ലാവരും സഹായിക്കും. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. അല്ലാഹുവിനെ കബൂലാക്കൂ റബ്ബേ. സദേ അൽഹംദുലില്ലാഹ്. അപ്പോൾ ഇന്നലെ വാതിലേക്ക് വരാം, ശ്രദ്ധിച്ചോളി. മഹാനായ ഇബ്രാഹിം തമീം റളിയല്ലാഹു അൻഹു, ആ പ്രിയപ്പെട്ടവര് ആഴ്ചയിൽ 2-3 ദിവസം ഖബർസ്ഥാനിലാണ് പോയി കിടന്നിരുന്നത്. ഖബർസ്ഥാനിൽ പോയി കിടക്കുമായിരുന്നു. എന്തിനാണെന്നറിയോ? ആ ഹൃദയത്തിന് ഈമാൻ കൊടുക്കാൻ, ഹൃദയത്തിന് തഖ്വ കൊടുക്കാൻ. ഒരു ദിവസം പ്രിയപ്പെട്ടവര് ഖബർസ്ഥാനിൽ അങ്ങനെ കിടക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. കുറച്ചുനേരം അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. ആ ഉറക്കത്തിലൊരു ഭയാനകരമായ സ്വപ്നം കാണുകയാണ്. അല്ലാഹുവേ, ഒരു വലിയ ഖബറിന്റെ കുഴിയാണ്. ആ പ്രിയപ്പെട്ടവർ പറയുകയാണ്, നോട്ടമെത്താത്ത ആഴമുള്ള ഖബറ്, നോട്ടമെത്താത്ത ആഴമുള്ള ഒരു കുഴിയാണ് ആ ഖബറ്. ആ ഖബറിന്റെ അകത്തേക്ക് ഒരു മനുഷ്യനെ കൊണ്ടുപോകുന്നുണ്ട്. ആ മനുഷ്യന്റെ കൈകാലുകൾ കെട്ടിയിടുന്നുണ്ട്. ആ മനുഷ്യനാ ഖബറിന്റെ അകത്ത് കിടന്ന് നിലവിളിക്കുന്നുണ്ട്. ആ മലക്കുകൾ പറയുകയാണ്, ഇബ്രാഹിം തമീം റളിയല്ലാഹു അൻഹു കണ്ടു നിൽക്കുകയാണ്. ആ മലക്കുകൾ പറയുകയാണ്, ആ മനുഷ്യന്റെ വാക്യകത്തോട് ഇരുമ്പിന്റെ തിരുനാളം കത്തി നിൽക്കുന്ന നരകത്തിന്റെ ചങ്ങലക്കണ്ണുകൾ വലിച്ചു കയറ്റിയിട്ട് അവന്റെ പിൻദ്വാരത്തിലൂടെ ചൂരിയെടുക്കുക എന്ന് ഇബ്രാഹിം തമീം റളിയല്ലാഹു തആല അൻഹു കേൾക്കുകയാണ്. ആ മനുഷ്യൻ പറയുകയാണ്, ഞാനൊന്നും ചെയ്തില്ലല്ലോ, ഞാൻ നിങ്ങൾക്കൊരു ഉപദ്രവം ചെയ്തിട്ടില്ലല്ലോ, അല്ലാഹുവിനെ ധിക്കരിച്ചിട്ടില്ലല്ലോ, ഈ ഖബറിന്റെ അകത്ത് ഇത്രയും വലിയ അദാബ് നിൽക്കുന്നില്ല എന്ന് ചോദിക്കുന്നു. അല്ലാഹുവിന്റെ ഭാഗത്തുള്ള മറുപടി മലക്കുകൾ പറയുകയാണ്, ഇദാ ഖലഫ്ത ദാറഫ്ത ഇദാ ഖലൗത ദാറഫ്തനീ ബിൽ മആസ്. നീ പരസ്യമായിട്ട് വലിയ ആബിദും ആലിമും ഒക്കെ ചമഞ്ഞു നടന്നു, പരസ്യമായിട്ട് നീ ഇബാദത്തൊക്കെ ചെയ്തിരുന്നു. പക്ഷേ നീ ഒറ്റപ്പെടുന്ന സമയമുണ്ടല്ലോ, നീ ഒറ്റക്കിരിക്കുന്ന സമയമുണ്ടല്ലോ,
എന്നെ ഓർത്തില്ല, നീ തെറ്റ് ചെയ്തുകൊണ്ട് നീ അക്രമം പ്രവർത്തിച്ചു. ഒറ്റയ്ക്കിരിക്കുമ്പോഴാണ് കൂടുതൽ നീ കൊല്ലേണ്ടിയിരുന്നത്, ഒറ്റയ്ക്കിരിക്കുമ്പോഴാണ് കൂടുതൽ ഓതേണ്ടിയിരുന്നത്, ജനങ്ങളെ കാണിക്കാൻ വേണ്ടി കൂടുതലോട്. പക്ഷേ രഹസ്യമായി വളരെ കുറച്ച് മാത്രമേ ചെയ്തോളൂ. അതുകൊണ്ട് ഈ ഖബറിന്റെ കത്തി അതാവിൽ നിന്ന് രക്ഷപ്പെടാൻ നിനക്ക് കഴിയില്ല. ആഴമുള്ള ആളിക്കത്തുന്ന ഖബറിൽ നരകത്തിന്റെ ചങ്ങലക്കണ്ണികള് ശരീരത്തിലൂടെ വലിച്ച് അകത്തൂടെ കയറ്റി പിൻദ്വാരത്തിലൂടെ വലിച്ചൂരിയെടുക്കുന്ന അദാബ്. അല്ലാഹുവേ, രഹസ്യത്തിലും പരസ്യത്തിലും നിന്നെ സൂക്ഷിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. രഹസ്യത്തിലും പരസ്യത്തിലും സൂക്ഷിക്കണം. കൂടുതൽ രഹസ്യത്തിൽ. അതായത് ആ രഹസ്യമായിട്ടിരിക്കുമ്പോ ഇബ്ലീസിന് വരാൻ നല്ല എളുപ്പമാണ്. ഒറ്റയ്ക്കിരിക്കുമ്പോ ആ സമയത്ത് ഒരു ചിന്തയും വരാതെ ഹൃദയത്തെ വല്ലാണ്ട് ചേർത്ത് വെക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പടച്ചോനെ, എത്ര ആളുകളാണ് ഓരോ ദിവസം മരണപ്പെട്ടു പോകുന്നത്. സ്നേഹസാഗരത്തിൽ 2 ദിവസം മുമ്പ് ഒരു ഉമ്മ മരണപ്പെട്ടു പോയി. നമ്മൾ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി കാലിൽ കമ്പിയൊക്കെ ഇട്ട് ഒരുപാട് സ്വന്തം ഉമ്മയെ നോക്കുന്ന പോലെ ഞങ്ങൾ നോക്കി. പക്ഷേ ആ പ്രിയപ്പെട്ട മാതാവ് അല്ലാഹു നിശ്ചയിച്ച സമയമെത്തിയപ്പോ ആ പ്രിയപ്പെട്ട മാതാവ് വിട പറഞ്ഞു പോയി. അല്ലാഹു ജന്നാത്തുൽ നഈം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇനി എന്നിവിടെ വരാൻ പറ്റും, ഇനി നിങ്ങളെ എന്ന് കാണാൻ പറ്റും. നിങ്ങൾ എത്ര നാൾ ഇവിടെ ഉണ്ടാവും, ഫലാഹി എത്ര കൊല്ലം ഇവിടെ ഉണ്ടാവും എന്ന് പറയാൻ പറ്റില്ല. നല്ല സ്നേഹവും സന്തോഷവും ഒക്കെ ഉണ്ട്. ഇവിടെ ആലിമീങ്ങള് ഇവിടെ തന്നെ താമസിക്കുന്നത്. ഞാൻ മുനീർ ഉസ്താദിനോട് കുറച്ചേരം സംസാരിച്ചു. ഫലാഹി പിന്നെ അവിടെ കാത്തുനിന്നു. ഞാൻ വൈകിപ്പോയപ്പോ അദ്ദേഹം പിന്നെ വേഗം സ്റ്റേജിലേക്ക് വന്നു. മുനീർ ഉസ്താദിനോട് കുറേ സംസാരിച്ചു. ഒരുപാടൊന്നുമല്ല, പക്ഷെ എന്നാലും മൊത്തത്തിൽ ഇവിടുത്തെ ഈ മഹലിന്റെ അവസ്ഥകളും. അപ്പൊ അവരൊക്കെ ഇവിടെ തന്നെയാണ് താമസം എന്ന് പറഞ്ഞു. ഇനി എവരല്ല മറ്റേ ആലിമീങ്ങൾ വന്നാലും അവർക്ക് കുടുംബത്തോടൊപ്പം താമസിക്കാൻ പറ്റുന്ന ക്വാർട്ടേഴ്സ് ഉണ്ടാക്കി കൊടുക്കുന്നത് നല്ലതാണ്. കാരണം എപ്പോഴും നമ്മുടെ മഹലിൽ നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദുമാരുണ്ടാവും. അവർ നമുക്ക് സേവനം ചെയ്യാൻ കൂടെ ഉണ്ടാവും. അത് ഇൽമിനോടുള്ള സ്നേഹമാണ്, മഹലിനോടുള്ള സ്നേഹമാണ്. ഞാനിപ്പോ ചെറിയൊരു സ്വതക്ക ചോദിക്കും. ഇൻഷാ അല്ലാഹ് 14 ആളുകൾ അത് ഏറ്റെടുക്കണം. 14 ആളുകൾ. നമുക്ക് പീസാൻഡാണ്, ഒരു ലോഡ് പീസാൻഡിന് 14,000 രൂപയാണ്. ഇൻഷാ അല്ലാഹ് അങ്ങനെ ലേലമൊന്നുമില്ല കേട്ടോ. ലേലം പിന്നീടാക്കാം. പെട്ടെന്ന് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാം. ലേലം വിളിയില്ല കേട്ടോ. നിങ്ങളങ്ങനെ തെറ്റിദ്ധരിക്കരുത്. അതുകൊണ്ട് 14,000 രൂപ വെച്ച് 8 പേര് പറയുന്നതിനേക്കാൾ നല്ലത് 8,000 രൂപ വെച്ച് 14 പേര് പറയല. അൽഹംദുലില്ലാഹ്. അങ്ങനെ ആകുമ്പോ കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവർക്ക് കൂടി അതിനകത്ത് കയറി ഇടപെടാൻ പറ്റും. എപ്പോഴാണ് സാർ പൈസ തരേണ്ടത്? ഒരു കാലാവധി. ഇപ്പൊ ചിലപ്പോ നാളെ ചിലപ്പോ തരാൻ പറ്റൂല. എല്ലാവരും കച്ചവടക്കാരും പാവങ്ങളൊക്കെ ആയിരിക്കൂലേ. കയ്യിൽ കാശുള്ളവർ കുറച്ചായിരിക്കും. അപ്പൊ ഒരു റമദാൻ മുമ്പ് കൊടുത്ത് അല്ലേ? എത്ര സമയം? റമദാനോട് പണി തീർക്കാനുണ്ട്. പരമാവധി റമദാനിൽ ശ്രമിക്കുക. ഇനി ഇന്നും നാളെയൊക്കെ കൊടുക്കൽ ഹറാമാണെന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഉണ്ടെങ്കിൽ നേരത്തെ കൊടുക്കുക, സംഘടിപ്പിച്ച് കൊടുക്കാൻ പറ്റും. ഇവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഫണ്ടിൽ പൈസ കൂട്ടി വെക്കാനല്ല. അത്രയും വൃത്തിയായിട്ട് കൈകാര്യം ചെയ്യുന്ന സംഘാടകരാണ്, ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അൽഹംദുലില്ലാഹ്. പിരിവ് ഇങ്ങനെ നമ്മൾ ചോദിക്കുമ്പോൾ അത് നമുക്ക് പറ്റിയ പരിപാടിയല്ല എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. അങ്ങനെ മുമ്പേ എല്ലാവരും നമുക്ക് പറ്റിയ പരിപാടി അതല്ല എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോയിരുന്നെങ്കിൽ ഒരു കാര്യം ദുനിയാവിൽ നടക്കൂല, എല്ലാം ഇങ്ങനെ നടക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് അൽഹംദുലില്ലാഹ് എനിക്ക് തിരിച്ചു തരാനൊന്നുമില്ല. ഞാൻ ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യും. നിങ്ങൾ ആരെങ്കിലും മരണപ്പെട്ടു പോയവർക്കാണ് നിയ്യത്ത് ചെയ്യുന്നതെങ്കിൽ ആ ഉമ്മാക്കും ഉപ്പാക്കും ഖബറിലേക്ക് ഇവിടെ നിന്ന് ദിക്ർ ചൊല്ലി ദുആ ചെയ്യും. വേറൊന്നും എനിക്കും തരാൻ എന്റെ കയ്യിലില്ല. ഞാൻ ദുആ ചെയ്യും. ഇൻഷാ അല്ലാഹ് ഈ മജ്ലിസ് റജബിന്റെ രാത്രി എത്ര സുന്ദരമായ സദസ്സ്. ഈ മജ്ലിസിന്റെ പുണ്യം കൊണ്ട് അല്ലാഹുവേ 8,000 ആദ്യം പറയുന്ന ഒരാൾ ആരാണെങ്കിലും റഹ്മാനായ അല്ലാഹ് ആ കുടുംബത്തിൽ അദ്ദേഹത്തിന്റെ ഉമ്മയും ഉപ്പയും ഹക്കീം അല്ലേ 10,000 രൂപ. എന്താ പേര്? പിന്നെ പെട്ടെന്നൊന്ന് പറയും. അത്തായമ്മായി മരണപ്പെട്ടില്ലേ? അത്തായും അമ്മായും സഹോദരി മരണപ്പെട്ടു. അവർക്ക് വേണ്ടത് 10,000 അല്ലേ? അബ്ദുൽ ഹക്കീം അല്ലേ? അബ്ദുൽ ഹക്കീം 8,000 ചോദിച്ചു, 10,000 പറഞ്ഞു. ഖുലൂ തക്ബീർ. ആ മാതാപിതാക്കളുടെയും സഹോദരിയുടെയും ഖബറിലേക്ക് അദ്ദേഹം നല്ല മിടുക്കൻ. ഈ മജ്ലിസിൽ നിന്ന് അവരോടുള്ള കടമ, അവർക്ക് കിട്ടാൻ പറ്റുന്ന സമ്മാനം ചൊല്ലൂ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹുവേ
ഈ ദിക്റിന് 70,000 തഹ്ലീലിന്റെ കൂലിയാക്കി ആ പ്രിയപ്പെട്ട അത്തയുടെയും അമ്മയുടെയും പെങ്ങളുടെയും ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അബ്ദുൽ ഹക്കീം എന്ന സഹോദരനാണ് ആദ്യം പറഞ്ഞത്. ഖൈർ കൊടുക്കണേ അല്ലാഹ്, സഹോദരൻ ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്, ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്. എല്ലാ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അല്ലാഹുവേ നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. സഹോദരന്റെ സംവിധാനങ്ങളിൽ വലിയ ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്. ഈ വിശാല വിസ്തൃതമായ സദസ്സിൽ രണ്ടാമത്തെ ആളാരാണ്? അല്ലാഹുവേ നീ തീരുമാനിക്കുന്ന, നീ തെരഞ്ഞെടുക്കുന്നവർക്കാണ് പറയാൻ പറ്റുന്നത്. ഖുലൂ തക്ബീർ. എന്ന് പറയും പേര് റഹീം, അബ്ദുറഹീം. മാതാപിതാക്കൾക്ക് ദുആ ചെയ്യാൻ അബ്ദുറഹീം 8,000 10,000 8,000ത്തിന്റെ അടുത്ത ആളായിട്ടുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അർഹമുറഹീമായ അല്ലാഹുവേ, കരുണക്കടലായ പടച്ചോനെ, വോട്ടേഴ്സ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഫീസാന്റെ ഇറക്കുന്നതിന് വേണ്ടിയാണ് അബ്ദുറഹീം എന്ന സഹോദരന്റെ ഉമ്മ. അല്ലാഹുവേ സന്തോഷം കൊടുക്കണേ അല്ലാഹ്. മോനെ, ഉമ്മച്ചിക്ക് സന്തോഷമായടാ എന്ന് ഖബറിന്റെ അകത്ത് കിടന്നുകൊണ്ട് പറയുന്ന മഹാഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. ഉപ്പാന്റെ ഉമ്മാന്റെ പൊരുത്തം കൊടുക്കണേ അല്ലാഹ്. അദ്ദേഹം മരണപ്പെടുമ്പോഴും ഇതുപോലെ ദുആ കിട്ടുന്ന മജ്ലിസുകൾ, സ്വതക്കുകൾ നീ കൊടുക്കണേ അല്ലാഹ്.